ലോകത്തോട് വിളിച്ചു പറയുവാൻ ഒരു സദ്വർത്തമാനമുണ്ട്. നിങ്ങൾ വിളിച്ചു പറയുവീൻ, ഈ ലോകത്തോട് വിളിച്ചു പറയണം, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും പ്രതിഫലവുമായി കടന്നു വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. ഈ സന്ദേശം ലോകത്തോട് വിളിച്ചറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? നമുക്കതിനുള്ള ബന്ധത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അവിടെ യെശയ്യാവ് ഇപ്രകാരം വിളിച്ചു പറയുകയാണ്. വായിച്ചാട്ടെ. സിയോനേ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്ത ദൂതിയായ സിയോനേ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. അടുത്തത്, സുവാർത്ത ദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക. സുവാർത്ത ദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക. അടുത്തത്, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട് ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറക. യഹൂദ നഗരങ്ങളോട് വിളിച്ചു പറയണം, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറക. അടുത്തത്, ഇതാ യഹോവയായ കർത്താവ് ബലശാലി വരുന്നു. യഹോവയായ കർത്താവ് ഇതാ ബലശാലിയായി വരുന്നു. അടുത്തത്, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കൂലിയും പ്രതിഫലവുമായി കടന്നു വരുവാൻ പോകുന്നു. അവൻ ബലശാലിയായി അവൻ വെളിപ്പെടുവാൻ പോകുന്നു. യഹൂദ നഗരങ്ങളിൽ ചെന്ന് നീ വിളിച്ചു പറയണം, ഇതാ നിന്റെ ദൈവം എന്ന് വിളിച്ചു പറയണം. ഈ സന്ദർഭമാനം ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള ഉത്തരവാദിത്വം പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നുണ്ട്. പ്രാരംഭഭാഗത്ത് നമ്മൾ വായിച്ചല്ലോ, സുവാർത്ത ദൂതിയായ സിയോനേ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്ത ദൂതിയായ യെരൂശലേമേ, നീ നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തി ഈ ലോകത്തോട് വിളിച്ചു പറയുക, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ ദൈവം, അവൻ കൂലിയും പ്രതിഫലവുമായി കടന്നു വരുന്നു. അവൻ്റെ ഭുജം അവന് വേണ്ടി അധികാരം നടത്തും. ആകയാൽ ഇന്ന് രാത്രി ഈ സന്ദർഭമാനം ലോകത്തോട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വരുന്നുവെന്നും യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ രാജ്യത്വം ഏറ്റെടുത്ത് ആധിപത്യം അവൻ്റെ തോളിൽ ഏറ്റെടുത്ത് ഈ ലോകത്തെ ഭരിക്കും എന്നും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കൂലിയും പ്രതിഫലവുമായി ലോകത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതുമായ സദ്വർത്തമാനം ലോകത്തോട് വിളിച്ചു പറയുവാൻ ഇവിടെ പറയുന്നു. സുവാർത്ത ദൂതിയായ സിയോനേ, അത് ശരിയായ ഭാഷാന്തരത്തിൽ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, സിയോനേ, നിനക്ക് പറയുവാൻ ഒരു സദ്വർത്തമാനമുണ്ട്. യെരൂശലേമേ, നിനക്ക് പറയുവാനും ഒരു സദ്വർത്തമാനമുണ്ട്. നീ അത് ശക്തിയോടെ പറയുക. നീ അത് ഉയർന്ന പർവ്വതത്തിൽ കയറി പറയുക, ഇതാ നിന്റെ കർത്താവ് ബലശാലിയായി കടന്നു വരുന്നു. ആകയാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മടങ്ങി വരുന്നുവെന്നുള്ള സദ്വർത്തമാനം ലോകത്തോട് വിളിച്ചു പറയുവാൻ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ആത്മാവ് ഭരമേൽപ്പിക്കുന്നത് സുവാർത്ത ദൂതിയായ സിയോനോടും സുവാർത്ത ദൂതിയായ യെരൂശലേമിനോടുമാണ്. ആകയാൽ സിയോനെയും യെരൂശലേമിനെയും ദൈവം ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കുകയാണ്. ഈ ലോകത്തോട് വിളിച്ചു പറയണം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കടന്നു വരുവാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച്. ഇവിടെ ഈ സിയോനും യെരൂശലേമും എന്ന വിഷയത്തെക്കുറിച്ച് പ്രാരംഭമായി നമ്മൾ ഒരല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അക്ഷരികമായി ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അവിടെ സിയോനും യെരൂശലേമും എന്ന് തിരുവെഴുത്തിൽ അവരെക്കുറിച്ച് തമ്മിൽ ഇണച്ചു പരാമർശിച്ചിരിക്കുന്ന അനേക വചനങ്ങളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നുവെന്ന് ചോദിച്ചാൽ, അക്ഷരികമായി ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം സിയോൻ എന്ന് പറയുന്നത് യഹോവയുടെ ആലയം നിൽക്കുന്ന ദേവാലയ കുന്നിനെയാണ് ഉദ്ദേശിക്കുന്നത്. യഹോവയുടെ ആലയം നിൽക്കുന്ന പർവ്വതത്തെ സിയോൻ എന്നാണ് വിളിക്കുന്നത്. ആ യഹോവയുടെ ആലയം നിൽക്കുന്ന പർവ്വതത്തിന് ചുറ്റും താമസിക്കുന്നതായ അഹരോന്യ വംശത്തിൽപ്പെട്ട പൗരോഹിത്യ കുലത്തെയാകുന്നു സുവാർത്ത ദൂതിയായ സിയോനെ എന്നവിടെ അക്ഷരാർത്ഥത്തിൽ വിളിക്കുന്നത്. അതുകൂടാതെ യെരൂശലേമേ എന്ന് വിളിക്കുമ്പോൾ മിസ്രയീമിൽ നിന്നും പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ
വിടുവിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചാണ്. അപ്പോൾ അക്ഷരികമായി ഈ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സിയോനും യെരുശലേമും എന്ന് പറയുന്നത് അത് യഹോവയുടെ ആലയം നിൽക്കുന്ന പർവ്വതത്തെക്കുറിച്ചും ഇസ്രായേൽ ജനങ്ങൾ പാർക്കുന്ന പാളയത്തെക്കുറിച്ചുമാകുന്നു പരാമർശിച്ചിരിക്കുന്നത്. ഇനി തിരുവെഴുത്തിലുടനീളം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ എവിടെയും ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമ്പോൾ സിയോനെയും യെരുശലേമിനെയും ചേർത്ത് പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ സഖര്യാവ് ഇസ്രായേൽ മക്കൾ വിളിക്കുന്നത് ഇപ്രകാരമാണ്. സഖര്യാവ് 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്നു, ഞാൻ സിയോനും യെരുശലേമിനും വേണ്ടി മഹാതീഷ്ണതയോടെ ഇരിക്കുന്നു. വായിച്ചു നോക്കിയാട്ടെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അടുത്തത്, ഞാൻ യെരുശലേമിനും സിയോനും വേണ്ടി മഹാതീക്ഷ്ണതയോടെ എരിയുന്നു. അവിടെ പറയുന്നു, ഞാൻ സിയോനും യെരുശലേമിനും വേണ്ടി മഹാതീഷ്ണതയോടുകൂടെ എരിയുന്നു. 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നു, യഹോവ ഇനിയും സിയോനെ തെരഞ്ഞെടുക്കുകയും യെരുശലേമിനെ, വായിച്ചാട്ടെ, ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും, യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരുശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഇനിയും യെരുശലേമിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. അവിടെയും പ്രവാചകൻ സഖര്യാവ് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നു, സിയോനെ ആശ്വസിപ്പിക്കും, യെരുശലേമിനെ തെരഞ്ഞെടുക്കും. യഹോവ സിയോനും യെരുശലേമിനും വേണ്ടി മഹാതീഷ്ണതയോടുകൂടെ എരിയുന്നു. 76-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവൻ്റെ കൂടാരം ശാലേമിലും അവൻ്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. വായിച്ചാട്ടെ. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവന്റെ നാമം ഇസ്രായേൽ വലിയതാകുന്നു, അവന്റെ കൂടാരം ശാലേമിലും അവന്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നു. വീണ്ടും നമ്മൾ യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നത്, യഹോവ സിയോനിൽ നിന്ന് ഗർജിക്കുന്നു, യെരുശലേമിൽ നിന്ന് അവൻ തൻ്റെ നാദം കേൾപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം വായിച്ചാട്ടെ. യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ച് യെരുശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ച് യെരുശലേമിൽ നിന്ന് അവൻ തന്റെ നാദം കേൾപ്പിക്കുമെന്ന് വായിക്കുന്നു. വീണ്ടും നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നത്, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വായിച്ചാട്ടെ. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയില്ല. വീണ്ടും മീഖാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മീഖാ 4:2 അവിടെയും പരാമർശിച്ചിരിക്കുന്നത്, സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്നും യഹോവയുടെ വചനവും പുറപ്പെട്ടു വരുന്നു. വായിച്ചാട്ടെ. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. പ്രിയ മക്കളെ, ഈ വചനങ്ങളൊക്കെയും നമ്മൾ വായിക്കുമ്പോൾ അക്ഷരികമായി ഇസ്രായേൽ മക്കളെ പരാമർശിക്കുന്ന കൂട്ടത്തിൽ സിയോൻ എന്നും യെരുശലേം എന്നും വ്യക്തമായി വേർതിരിച്ച് അവരെ പരാമർശിച്ചിരിക്കുന്നത് നമുക്കവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. സിയോനും യെരുശലേമും പരസ്പരം ചേർത്ത് തമ്മിൽ ഇണച്ചു പണിതിരിക്കുന്നുവെന്നാണ് 122-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു, തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. സിയോനെയും യെരുശലേമിനെയും തമ്മിൽ ഇണക്കിയാണ് യെരുശലേമിനെ പണിതിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ എന്താണ് ഈ സിയോനെയും യെരുശലേമിനെയും തമ്മിൽ ഇണക്കി പണിയുക എന്ന് പറയുമ്പോൾ ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതിൻ്റെ ആകെ സാരാംശം നമുക്ക് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ 115-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, യഹോവ അവൻ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. ഇസ്രായേൽ ഗൃഹമെന്ന് പറയുമ്പോൾ മുഴുവൻ ഇസ്രായേൽ ജനതയും,
അഹരോൻ ഗൃഹം എന്ന് പറയുമ്പോൾ പൗരോഹിത്യ കുലത്തെ. ആകയാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സിയോൻ എന്ന് പറയുമ്പോൾ അത് പൗരോഹിത്യ വർഗത്തെയും, യെരുശലേം എന്ന് പറയുമ്പോൾ അത് വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനതയെയും വെളിപ്പെടുത്തി കാണിക്കുകയാണ്. ആകയാൽ ഇവിടെ നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് വരുമ്പോൾ, സുവാർത്താരൂഢിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്താരൂഢിയായ യെരുശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തി പറയുക എന്ന് പറയുമ്പോൾ അത് പുതിയ നിയമസഭയെ ഉദ്ദേശിച്ചാകുന്നു പരാമർശിച്ചിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അക്ഷരികമായി ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ഒരു സിയോനും യെരുശലേമും ഉണ്ടായിരുന്നു. അഹരോന്റെ വംശത്തിൽപ്പെട്ട ഒരു പൗരോഹിത്യ കുലവും വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ താമസിക്കുന്നതായ യെരുശലേം പട്ടണം ഉണ്ടായിരുന്നത് പോലെ ദൈവത്തിന്റെ സഭയിൽ, പുതിയ നിയമസഭയിൽ സിയോനും യെരുശലേമും തമ്മിൽ ഇണക്കി പണിതിരിക്കുകയാണ്. പുതിയ നിയമസഭയിൽ ഒരു സിയോനുണ്ട്, പുതിയ നിയമസഭയിൽ ഒരു യെരുശലേമുണ്ട്. പുതിയ നിയമസഭയിൽ സുവാർത്താരൂഢിയായ സിയോനുണ്ട്, പുതിയ നിയമസഭയിൽ സുവാർത്താരൂഢിയായ യെരുശലേമുമുണ്ട്. ആകയാൽ പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സിയോനും യെരുശലേമും തമ്മിൽ ഇണക്കി പണിതിരിക്കുന്നത് പോലെ ഈ പുതിയ നിയമസഭ ദൈവത്തിൻ്റെ സഭയിലും സിയോനെയും യെരുശലേമിനെയും തമ്മിൽ ഇണക്കി പണിതിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ സഭയിൽ സിയോനുമുണ്ട്, ദൈവത്തിൻ്റെ സഭയിൽ യെരുശലേമുമുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. എബ്രായ ലേഖനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പുതിയ നിയമസഭയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതായ ഒരു വചനം നമുക്കവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് പുതിയ നിയമസഭയുടെ സ്ട്രക്ചർ? അത് പറയുന്നതായ ആ സാഹചര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ സഭയിൽ പഴയ നിയമ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സർവശക്തനായ ദൈവം തമ്പുരാൻ സിനായ് പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്നു. ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ജനം ആ കാഴ്ച കണ്ട് ഭയപ്പെട്ടു പോയി. മോശ പോലും ആ കാഴ്ച കണ്ട് ഭയപ്പെട്ടു പോയി. ദൈവം സിനായ് പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ പർവ്വതം കുലുങ്ങുവാൻ തുടങ്ങി. പർവ്വതം പുക കൊണ്ട് മൂടി. മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ടു മോശയോട് പറഞ്ഞു, മോശേ, ഇനി ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. അത്രമാത്രം ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു പഴയ നിയമ ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വന്ന അനുഭവം. അത് പറഞ്ഞിട്ട് വിശുദ്ധ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ആ ഭയപ്പെടുത്തുന്ന ഒരു സഭയിലേക്കല്ല ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ആ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്കല്ല നിങ്ങൾ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ നിയമസഭ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട് എന്നിവിടെ പറയുകയാണ്. അവിടെ പറയുന്നു, പിന്നെയോ, വായിച്ചാട്ടെ, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയല്ല, സ്ഥൂലമായതും തീകത്തുന്നതുമായ പർവ്വതത്തിനും വാക്കുകളുടെ ശബ്ദം കാഹളനാദം എന്നിങ്ങനെ ഭയപ്പെടുത്തുന്ന ആ പഴയ നിയമത്തിന്റെ അനുഭവത്തിലേക്കല്ല നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെയോ നിങ്ങൾ എവിടേക്കാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമസഭയിലേക്കാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ സിയോൻ പർവ്വതത്തിലേക്ക്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിലേക്ക് വന്നിരിക്കുന്നു. അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിന്റെ നടുവിലേക്ക് വന്നിരിക്കുന്നു. ശുദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കുന്നു. എല്ലാവരുടെയും ന്യായാധിപതിയായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ആകയാൽ ദൈവത്തിന്റെ സഭയിൽ ഈ അനുഭവങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ദൈവത്തിന്റെ സഭയെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് സിയോനും യെരുശലേമും ചേർന്നതാണ്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അടുക്കലേക്ക് അത്രേ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ആകയാൽ അക്ഷരികമായി ഇസ്രായേൽ മക്കൾ
ജനങ്ങളുടെ ഇടയിൽ ഒരു സിയോനും യെരുശലേമും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പുതിയ നിയമസഭയ്ക്കകത്ത് ഒരു സിയോനുമുണ്ട്, ഒരു യെരുശലേമും ഉണ്ട്. ഈ രണ്ടും സിയോനും യെരുശലേമും സുവാർത്ത ദൂതിയായി ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു. എന്താണ് വിളിച്ചു പറയേണ്ടത്? ഇതാ നിന്റെ ദൈവം വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം നടത്തും. ഈ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ സഭയിൽ കർത്താവിൻ്റെ ശുശ്രൂഷകരെയാകുന്നു സിയോൻ എന്ന് പറയുന്നത്. പഴയ നിയമസഭയിൽ സിയോൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൗരോഹിത്യ കുലത്തെ, അഹരോന്യ വംശത്തെയാകുന്നു പറയുന്നതെങ്കിൽ, പുതിയ നിയമസഭയിൽ പിന്നെയോ സിയോൻ പർവ്വതത്തിനും എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ ശുശ്രൂഷകരെ ഉദ്ദേശിച്ചാകുന്നു പറയുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായി സ്വർഗീയ യെരുശലേമിനെയും എന്ന് പറയുമ്പോൾ അത് വീണ്ടെടുക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സിയോൻ എന്ന് പറയുമ്പോൾ അഹരോന്യ വംശത്തിൽപ്പെട്ട പൗരോഹിത്യ കുലത്തെയും, യെരുശലേം എന്ന് പറയുമ്പോൾ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കളെയും ആകുന്നുവെങ്കിൽ, പുതിയ നിയമസഭയിൽ സിയോൻ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ പുതിയ നിയമസഭയുടെ ശുശ്രൂഷകരെയും, യെരുശലേം എന്ന് പറയുമ്പോൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവത്തിന്റെ ജനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ആകയാൽ ദൈവത്തിന്റെ സഭയിൽ ഒരു സിയോനുണ്ട്, ദൈവത്തിന്റെ സഭയിൽ ഒരു യെരുശലേമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ദൈവസഭയുടെ കെട്ടുപണിയെ ഒരു കെട്ടിടത്തോട് സാദൃശ്യപ്പെടുത്തിയിട്ട് വിശുദ്ധ പൗലോസ് പറയുകയാണ്, ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. വായിക്കാം, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യവും വായിക്കാം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പുതിയ നിയമസഭ പണിയപ്പെട്ടിരിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാകുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പറയുകയാണ്. ദൈവത്തിന്റെ സഭ, ക്രിസ്തുവിന്റെ സഭ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് യേശു ലോകത്തിൽ വന്ന് തന്റെ ജീവനെ കൊടുത്ത് സമ്പാദിച്ച ദൈവത്തിന്റെ സഭ പണിയപ്പെട്ടിരിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് വിശുദ്ധ പൗലോസ് പറയുകയാണ്. ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തു ദൈവസഭയുടെ മൂലക്കല്ല്. ആ മൂലക്കല്ലിനോട് ചേർന്ന് അപ്പോസ്തലന്മാർ പ്രവാചകന്മാരാകുന്ന പുതിയ നിയമസഭയുടെ ശുശ്രൂഷകർ ചേർന്ന അടിസ്ഥാനം. ഇത് രണ്ടും കൂടെ മൂലക്കല്ലും ഈ കല്ലുകളും കൂടെ ചേർന്നതാണ് ദൈവസഭയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, യേശു ക്രിസ്തുവിനെ മൂലക്കല്ലായിട്ട് ഇട്ടിരിക്കുന്നത് എവിടെയാകുന്നുവെന്ന് നമ്മൾ നോക്കണം. യേശുവിനെ എവിടെയാണ് ദൈവം മൂലക്കല്ലായിട്ട്? വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, 1 പത്രോസ് 2:6 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു കല്ല് സിയോനിൽ ഇടുന്നു. വായിച്ചാട്ടെ. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. അടുത്തത്, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ശ്രേഷ്ഠവും മാന്യവുമായി സിയോനിൽ ഇടപ്പെട്ട മൂലക്കല്ലാകുന്നു. തിരുവെഴുത്ത് പറയുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുന്നില്ല. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാവ് 28-ന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രവാചകനെ യെശയ്യാവും പറഞ്ഞിരിക്കുന്നു, ഇതാ ഞാൻ സിയോനിൽ, വായിച്ചാട്ടെ, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. അടുത്തത്, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. മക്കൾ, സിയോനിൽ ഇട്ടിരിക്കുന്ന ഒരു കല്ലുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ഓടിപ്പോകത്തില്ല. സിയോനിൽ ഇട്ടിരിക്കുന്ന ഒരു മുലക്കല്ലുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളിൽ
നശിച്ചു പോകത്തില്ല. ഇവിടെ തിരുവെടുത്ത് പറയുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു കല്ല് സിയോനിൽ ഇട്ടിരിക്കുന്നു. ദൈവസഭയുടെ മൂലക്കല്ലാകുന്ന ക്രിസ്തുവിനെ സിയോനിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ തിരുവെടുത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ആത്മീക പാറ എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവാകുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാകുന്നു ആ പാറ. ആ പാറയാകുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ദൈവത്തിൻ്റെ സഭയുടെ മൂലക്കല്ലായി സിയോനിൽ ഇട്ടിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ ദൈവസഭയുടെ മൂലക്കല്ല് ഇട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്രയോ വീടുകളുടെ പണി ആരംഭിക്കുമ്പോൾ മൂലക്കല്ല് ഇടാറുണ്ട്. മൂലക്കല്ല് ഇട്ട് കഴിഞ്ഞാൽ മൂലക്കല്ലിന്മേൽ ഒരിക്കലും ഒരു കെട്ടിടം പണിയാൻ സാധിക്കത്തില്ല. ഏതെങ്കിലും കെട്ടിടം ഒരു മൂലക്കല്ല് ഇട്ടിട്ട് അതിൻ്റെ മേൽ കല്ലുകൾ ചേർത്ത് വെച്ച് പണിയത്തില്ല. ആ മൂലക്കല്ലിനോട് ചേർത്ത് അടിസ്ഥാന കല്ലുകളും ഇടും. മൂലക്കല്ലിനോട് ചേർത്തുള്ള അടിസ്ഥാന കല്ലുകൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ബേസ്മെന്റ് ഉറപ്പിക്കും. അപ്പോൾ ആ മൂലക്കല്ല് സിയോനിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിനോട് ചേർത്തിടപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന കല്ലുകളും സിയോനിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു കെട്ടിടത്തിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവാകുന്നുവെങ്കിൽ ആ മൂലക്കല്ല് സിയോനിൽ ഇട്ടിരിക്കുന്നെങ്കിൽ ആ മൂലക്കല്ലിനോട് ചേർത്തിടപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന കല്ലുകളാകുന്ന പുതിയ നിയമസഭയുടെ ശുശ്രൂഷകന്മാരാകുന്ന അപ്പോസ്തലന്മാർ, പ്രവാചകന്മാരും അവർ സിയോനിൽ ഇടപ്പെട്ടതായ കല്ലുകളാകുന്നു. ആകയാൽ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിന്റെ അടുക്കലേക്കാണെന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ മൂലക്കല്ലാകുന്ന കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് യേശു ക്രിസ്തു ദൈവസഭയുടെ മൂലക്കല്ല്, മനുഷ്യരാൽ തള്ളപ്പെട്ട കല്ല്. അവൻ സ്വന്തമായി ഇതിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ തള്ളിക്കളഞ്ഞു. മനുഷ്യർ തള്ളിക്കളഞ്ഞ ആ കല്ലിനെ പിതാവായ ദൈവം മാനിച്ച് ദൈവത്തിൻ്റെ സഭയുടെ മൂലക്കല്ലായി സിയോനിൽ ഇട്ടു. ആ മൂലക്കല്ലിനോട് ചേർത്ത് പുതിയ നിയമസഭയുടെ ശുശ്രൂഷകരെ ആ സിയോനിൽ അടിസ്ഥാന കല്ലുകളായി സ്ഥാപിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ സിയോനിലാണ് ഇടപെട്ടിരിക്കുന്നത്. സിയോനിൽ ഇടപെട്ടിരിക്കുന്നത് ക്രിസ്തുവും കർത്താവിൻ്റെ ശുശ്രൂഷകരും. ഇവർ ഒരുമിച്ച് നിൽക്കുന്ന രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചേ. ക്രിസ്തുവും കർത്താവിൻ്റെ ശുശ്രൂഷകരും ഒരുമിച്ച് സിയോനിൽ നിൽക്കുന്നു. നമുക്ക് ആ രംഗം മനോഹരമായി തിരുവെടുത്തിൽ കാണുവാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ക്രിസ്തുവാകുന്ന മൂലക്കല്ലും അടിസ്ഥാന കല്ലുകളാകുന്ന അവൻ്റെ ശുശ്രൂഷകരും ഒരുമിച്ച് സിയോനിൽ നിൽക്കുന്നൊരു കാഴ്ച യോഹന്നാൻ കാണുകയാണ്. യോഹന്നാൻ നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ ഒരു കാഴ്ച കാണുന്നു. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും നെറ്റിയിൽ എഴുതിയിരിക്കുന്ന 1,44,000 പേരും നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടെ ഒരു കാഴ്ച യോഹന്നാൻ കാണുകയാണ്. യോഹന്നാൻ കാണുന്ന കാഴ്ച സിയോനിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാട് നിൽക്കുന്നു. ആ ദൈവത്തിൻ്റെ കുഞ്ഞാടിനോടുകൂടെ സിയോനിൽ 1,44,000 പേർ നിൽക്കുന്നു. ഈ 1,44,000 പേര് ആരാണ്? ഇതിനെ സംബന്ധിച്ച് ക്രിസ്തീയ കോളത്തിൽ അല്പമല്ലാത്തതായ ചില വാദഗതികളുണ്ട്. ചിലർ പറയുന്നു ഈ 1,44,000 പേര് പീഡന മധ്യേ മുദ്രയിടപ്പെടുന്നതായ ഇസ്രായേലി വംശത്തിൽപ്പെട്ടവരാകുന്നുവെന്ന്. പീഡന മധ്യത്തിൽ മുദ്രയിടപ്പെടുന്ന ഇസ്രായേലി വംശത്തിൽപ്പെട്ടവരല്ല ഈ 1,44,000 പേര്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ 1,44,000 പേരുടെ നെറ്റിയിൽ മുദ്രയല്ല പതിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, മറിച്ച് അവിടെ നെറ്റിയിൽ ഒരു പേര് എഴുതിയിരിക്കുകയാണ്. എന്നാൽ പീഡന മധ്യത്തിൽ മുദ്രയിടുന്ന ഇസ്രായേലിലെ 1,44,000 പേരുടെ നെറ്റിയിൽ ഒരു സീലാണ് പതിക്കുന്നത്, ഒരു മുദ്രയാണ് പതിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 1,44,000 പേരുടെ നെറ്റിയിൽ മുദ്രയല്ല പതിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ പിതാവിൻ്റെ നാമം, പുത്രൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമം നെറ്റിയിൽ
എഴുതിയിരിക്കുന്ന 1,44,000 പേർ നിൽക്കുന്നു. ഇതാരാകുന്നു? ചിലർ പഠിപ്പിക്കുന്നത് TPM പ്രസംഗിക്കുമ്പോൾ ഇത് TPM സഭയുടെ ശുശ്രൂഷകരാണെന്ന് അവർ പഠിപ്പിക്കുന്നുവെന്ന് ചിലർ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഞങ്ങൾ പറയുന്നു TPM സഭയുടെ ശുശ്രൂഷകർ മാത്രമാണ് ഈ നിൽക്കുന്നതെന്ന് ഒരിക്കലും ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഒരുപക്ഷെ ഈ 1,44,000 പേരുടെ കൂട്ടത്തിൽ ഈ TPM സഭയിലെ ശുശ്രൂഷകർ കാണും എന്നുള്ളത് ഉറപ്പാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ഈ സിയോനിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 1,44,000 പേരുടെ 7 യോഗ്യതകളെ കുറിച്ച് നമ്മൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സിയോനിൽ കുഞ്ഞാടിനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ നിൽക്കുന്ന ഈ 1,44,000 പേരുടെ 7 യോഗ്യതകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 1-ാമത്തെ വാക്യം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ക്രിസ്തുവിനോടുകൂടെ കുഞ്ഞാടിനോടുകൂടെ സിയോനിൽ നിൽക്കുന്ന ഈ 1,44,000 പേരുടെ നെറ്റിയിൽ ദൈവത്തിന്റെ നാമം എഴുതിയിട്ടുണ്ട്. അടുത്തതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിച്ചാട്ടെ. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ടു പാടി, അടുത്തത് ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന 144,000 പേർക്കല്ലാതെ. ഇവരുടെ 2-ാമത്തെ പ്രത്യേകത, ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു ഈ 1,44,000 പേർ. അടുത്തത് ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവർ. 3-ാമത് ഇവരുടെ യോഗ്യത പറഞ്ഞിരിക്കുന്നു, ഇവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. അടുത്തത് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. 4-ാമത് ഇവരുടെ യോഗ്യത പറയുന്നു, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും ഇവർ അവനെ അനുഗമിക്കുന്നു. അടുത്തത് അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരാകുന്നു. അടുത്തത് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അടുത്തത് അവർ കളങ്കമില്ലാത്തവർ തന്നെ. പ്രിയ മക്കളെ, 7 വിഷയങ്ങൾ സിയോനിൽ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനോടുകൂടെ നിൽക്കുന്ന 1,44,000 പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താകുന്നു 7 പ്രത്യേകത? 1-ാമത്തെ പ്രത്യേകത, ദൈവത്തിൻ്റെ നാമം അവരുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് അവിടെ 1-ാമത്തെ പ്രത്യേകത. 2-ാമത്തെ പ്രത്യേകത, അവർ ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. 3-ാമത്തെ പ്രത്യേകത, അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവരാണ്. 4-ാമത്തെ പ്രത്യേകത, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നവരാണ്. 5-ാമത്തെ പ്രത്യേകത, അവർ ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരാണ്. 6-ാമത്തെ പ്രത്യേകത, ഇവർ ഫോഷ്കില്ലാത്തവരാണ്. 7-ാമത്തെ പ്രത്യേകത, ഇവർ കളങ്കമില്ലാത്തവരാണ്. ഈ 7 യോഗ്യതകളുള്ള 1,44,000 പേർ കുഞ്ഞാടിനോടുകൂടെ സിയോനിൽ നിൽക്കുന്ന കാഴ്ചയാകുന്നു യോഹന്നാൻ കാണുന്നത്. നമുക്ക് ചിന്തിച്ചു നോക്കാം, ഈ 7 യോഗ്യതകളുള്ളവര് ആരാണെന്ന് നമുക്ക് നോക്കാം. 1-ാമത് പറഞ്ഞിരിക്കുന്ന യോഗ്യത, അവന്റെ നാമം അവരുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ട 1,44,000 പേർ. ദൈവത്തിൻ്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ട ആരെയെങ്കിലും കുറിച്ച് തിരുവെഴുത്തിൽ വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പഠിച്ചു നോക്കണം. പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ നാമം നെറ്റിയിൽ എഴുതിയിരിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് നമുക്കവിടെ കണ്ടെത്തുവാൻ സാധിക്കുന്നു. വെളിപ്പാട് 22-ന്റെ 3-4 വാക്യങ്ങൾ വായിച്ചു നോക്കിയാട്ടെ. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അവിടെ ഇരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവിടെ ആ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവിടെ കാണുന്നത് ആരെയാണ് കാണുന്നത്? അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. എന്ന് വെച്ചാൽ തമിഴിൽ ഊഴിയക്കാർ എന്നാ പറഞ്ഞിരിക്കുന്നത്. മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്, സെർവൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ അവന്റെ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശുശ്രൂഷകർ, സെർവൻസ് ഓഫ് ഗോഡ്, അവന്റെ ഊഴിയക്കാർ, കർത്താവിന്റെ ശുശ്രൂഷകർ അവനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അടുത്തത്,
അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. നോക്കുക, അപ്പോൾ വെളിപ്പാട് 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതിയിരിക്കുന്ന 1,44,000 പേരെ തിരുവെഴുത്തിൽ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തില് ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന അവന്റെ ദാസന്മാരുടെ നെറ്റിയിൽ അവന്റെ നാമം ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാം, ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതിയിരിക്കുന്ന ഈ 1,44,000 പേർ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷകരാണ്, അവന്റെ ദാസന്മാരാണ്. എന്തുകൊണ്ടാണ് അവിടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, നെറ്റിയിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അക്ഷരികമായ നെറ്റിയെ അല്ല ഉദ്ദേശിക്കുന്നത്. വെളിപ്പാടിലെ പ്രവചന ഭാഷയിൽ നെറ്റി എന്ന് പറയുമ്പോൾ അത് മനസ്സിനെയാണ് വെളിപ്പെടുത്തി കാണിക്കുന്നത്. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പ്രവാചകനെ എസെക്കിയേലിനെ ഇസ്രായേലിനോട് പ്രവചിക്കുവാൻ വേണ്ടി നിയോഗിച്ച ദൈവം തമ്പുരാൻ അയക്കുന്നു. പക്ഷേ ഇസ്രായേൽ ജനമെന്ന് പറയുന്നത് മത്സരഗ്രഹമാണ്. അവർ ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല. അവർ കണ്ണുകൊണ്ട് നോക്കി പേടിപ്പിക്കുന്നവരാണ്. പക്ഷെ ദൈവം എസെക്കിയേലിനോട് പറയുന്നു, എസെക്കിയേലേ, നീ അവിടെ നോട്ടം കണ്ട് ഭ്രമിക്കരുത്. നിന്റെ വാക്കുകൾ അവർ കേട്ടാലും അവർ കേട്ടില്ലെങ്കിലും നീ പ്രവചിക്കണം. അവർ മത്സരഗ്രഹമാണ്. നീ ധൈര്യമായിട്ട് പ്രവചിക്കും മുമ്പ് വായിച്ചു നോക്കേണ്ട എസെക്കിയേൽ 3:9 വാക്യം വായിച്ചാട്ടെ. ഞാൻ നിന്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി തീർത്തിരിക്കുന്നു. എസെക്കിയേലേ, തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി നിന്റെ നെറ്റി ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് വെച്ചാൽ നെറ്റി എന്തിനെ കാണിക്കുന്നു? എസെക്കിയേലിന്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നെറ്റി എന്ന് പറയുമ്പോൾ ഒരുവന്റെ മനസ്സിനെ കാണിക്കുന്നു. എസെക്കിയേലേ, നിന്റെ മനസ്സിനെ ഞാൻ തീക്കല്ലിനേക്കാൾ കാഠിന്യമുള്ളതാക്കി തീർത്തിരിക്കുന്നു. അവിടെ നോട്ടം കണ്ട് നീ ഭ്രമിക്കരുത്. അവർ കേട്ടാലും കേട്ടില്ലേലും നീ പ്രവചിക്കണം. അവർ അനുസരിക്കത്തില്ല. അവർ മത്സരഗ്രഹമാണ്. നീ പ്രവചിക്കണം. കാരണം നിന്റെ മനസ്സിനെ നിന്റെ നെറ്റിയെ ഞാൻ തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി തീർത്തിട്ടുണ്ട്. ആകയാൽ നെറ്റി എന്ന് പറയുമ്പോൾ അത് മനസ്സിനെ വെളിപ്പെടുത്തി കാണിക്കുന്നു. നെറ്റിയിൽ പിതാവിന്റെ നാമം എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, നെറ്റിയിൽ പുത്രന്റെ നാമം എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, പിതാവിൻ്റെയും പുത്രന്റെയും നാമം മനസ്സിൽ വഹിക്കുന്നവരായിരിക്കണം. പിതാവിനെ പോലെ പുത്രനെ പോലെ അവന്റെ നാമം മനസ്സിൽ വഹിക്കുന്നവരാണ് ഈ 1,44,000 പേർ. അവിടെ നെറ്റിയിൽ ദൈവത്തിന്റെ നാമം എഴുതിയിട്ടുണ്ട്. അവർ ദൈവസിംഹാസനത്തിന്റെ മുമ്പിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷകരാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഈ 1,44,000 പേരുടെ രണ്ടാമത്തെ പ്രത്യേകത, ഒന്ന്, ദൈവത്തിന്റെ നാമം അവിടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, അവർ ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരെയാണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്? നമുക്കറിയാം. കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം വില കൊടുത്ത് വാങ്ങിയത് പുതിയ നിയമസഭയാണ്. യേശുവിന്റെ രക്തം വില കൊടുത്ത് വാങ്ങിയത് പുതിയ നിയമസഭയാണ്. അതാണ് നമുക്ക് തിരുവെഴുത്തിൽ കാണുമ്പോൾ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ ലോകത്തിലേക്ക് കടന്നു വന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളെ നോക്കിക്കൊണ്ട് വിശുദ്ധ പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകിയാൽ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ യേശുവിന്റെ രക്തം കൊടുത്ത് വില കൊടുത്ത് വാങ്ങിച്ചത് ദൈവത്തിന്റെ സഭയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമ വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പിന്റെ ഗാനം 24 മൂപ്പന്മാരും 4 ജീവികളും ചേർന്ന് പാടുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. എന്താണ് 24 മൂപ്പന്മാരും 4 ജീവികളും ചേർന്ന് പാടുന്നത്? യേശുവിനെ നോക്കിക്കൊണ്ട് പാടുകയാണ്, നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സകല വംശത്തിലും സകല ഭാഷയിലും സകല ഗോത്രത്തിൽ നിന്നുള്ളവരെ നിനക്കായി വിലയ്ക്ക് വാങ്ങി അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് ഒരു പാട്ട് അവർ പാടി എന്ന് വായിക്കുന്നു. ആകയാൽ ഇവർ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം മറുവിലയായി കൊടുത്ത് സമ്പാദിച്ചതാണ് ഇവർ എന്ന് വെച്ചാൽ ഇവർ പുതിയ നിയമസഭയാണ്. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ് ഇവർ. ഈ 1,44,000 പേർ
യേശുവിന്റെ രക്തം വില കൊടുത്ത് വാങ്ങിച്ച ദൈവത്തിന്റെ സഭയിൽ ഉൾപ്പെട്ടതാണ് ഈ 1,44,000 പേർ. മൂന്നാമതവരെ കുറിച്ച് പറയുമ്പോൾ അടുത്തതായി പറയുന്നത് ഇവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു വാക്യമാണ്. ചിലർ വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് പറയാറുണ്ട്, കന്യകമാരും സ്ത്രീകളും കൂടെ മാലിന്യപ്പെടുമ്പോൾ അത് തെറ്റായൊരു പ്രവണതയല്ലേ, അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് മാലിന്യപ്പെടുന്നതൊക്കെ ചോദിക്കാം. പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കും. നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ 1918 പ്രസിദ്ധീകരിച്ചത്. ഈ ബൈബിൾ നമ്മൾ വായിച്ചാൽ അതിലെഴുതിയിരിക്കുന്നത് അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ 2013 ബൈബിൾ സൊസൈറ്റി അതേപോലൊരു ബൈബിൾ ഇറക്കി. ആ ബൈബിളിൻ്റെ പ്രത്യേകത ആധുനിക വിവർത്തനം എന്നാണ് അതിൻ്റെ പേര്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആധുനിക വിവർത്തനം. ആധുനിക വിവർത്തനം ബൈബിളിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഈ ബൈബിള് മൂലഭാഷയുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിവർത്തനം ചെയ്തു. എന്നാൽ ആധുനിക വിവർത്തനത്തിൽ അതിലെ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിവർത്തനം ചെയ്തു. നിങ്ങൾക്കൊരു പക്ഷേ ബൈബിൾ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ആധുനിക വിവർത്തനം ബൈബിൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ആ ആധുനിക വിവർത്തനം ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വാക്യം വെളിപ്പാട് 14:3 ആധുനിക വിവർത്തനം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളോട് ബന്ധം പുലർത്താത്ത ജിതേന്ദ്രിയരാണിവർ. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ 1,44,000 പേരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവർ കന്യകമാരാകിയ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവരെന്നല്ല പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകളോട് ബന്ധം പുലർത്താത്ത ജിതേന്ദ്രിയരാണിവർ. എൻ്റെ കയ്യിൽ ഈ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ മാത്രമല്ല, ബൈബിളിൻ്റെ വേറെ ഒരു 4 വ്യാഖ്യാനപരമായിട്ടുള്ള ബൈബിളും കൂടെയുണ്ട്. അതിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ പഠിച്ച് അതിൻ്റെ നോട്ട്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് WBTC വേൾഡ് ബൈബിൾ ട്രാൻസ്ലേഷൻ കൗൺസിൽ ഇറക്കുന്ന പരിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നൊരു ബൈബിളുണ്ട്. WBTCയുടെ പരിശുദ്ധ ബൈബിളിനകത്ത് ഈ വചനം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഈ 1,44,000 പേർ സ്ത്രീ സമ്പർക്കം മൂലം മലിനപ്പെടാത്തവർ ആയിരുന്നു. അവർ സ്വയം ശുദ്ധരായി സംരക്ഷിച്ചു. അങ്ങനെയാണ് പരിശുദ്ധ ബൈബിൾ ആ വാക്യത്തെ വിവർത്തനം ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ 1,44,000 പേരുടെ പ്രത്യേകത? ഈ 1,44,000 പേർ സ്ത്രീ സമ്പർക്കം മൂലം മലിനപ്പെടാത്തവരായിരുന്നു. അവർ സ്വയം ശുദ്ധരായി സംരക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്, ബിബ്ലിക്ക ഇന്റർനാഷണൽ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിള്. ആ ബൈബിള് വിശുദ്ധ ബൈബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബൈബിളിൽ എന്താണ് ഈ വാക്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു നോക്കി. അപ്പോൾ വിശുദ്ധ ബൈബിൾ ഇന്റർനാഷണൽ ബൈബിൾ സൊസൈറ്റിയുടെ വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത് അവർ സ്ത്രീകളുമായി മലിനപ്പെടാതെ സ്വയം കാത്തതിനാൽ ചാരിത്രം നഷ്ടപ്പെടാത്തവരാണ്. ഈ 1,44,000 പേരെ കുറിച്ച് അവിടെ പറയുന്നു, അവർ സ്ത്രീകളുമായി മലിനപ്പെടാതെ സ്വയം കാത്തതിനാൽ ചാരിത്രം നഷ്ടപ്പെടാത്തവരാണ്. അടുത്തതായി അടുത്ത ബൈബിളിലേക്ക് ഞാൻ പോയി. അത് 2 ബൈബിളാണ്. ഒന്ന് POC ബൈബിളും മറ്റൊന്ന് ഓശാന ബൈബിളും. ഈ 2 ബൈബിളും ഞാൻ പരിശോധിച്ചു. ഈ POC ബൈബിളിലും ഓശാന ബൈബിളിലും എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ 2 പറഞ്ഞിരിക്കുന്നത്, അവിടെ പറയുന്നത് അവർ സ്ത്രീകളോട് ചേർന്ന് മലിനപ്പെടാത്തവരാണ്, അവർ ബ്രഹ്മചാരികളുമാണ്. ഈ ബൈബിളാണ് കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന POC ബൈബിള്. ആ POC ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവർ സ്ത്രീകളോട് ചേർന്ന് മലിനപ്പെടാത്തവരാണ്, അവർ ബ്രഹ്മചാരികളുമാണ്. അടുത്തൊരു ബൈബിളിലേക്ക് ഞാൻ പോയി. അത് സിറിയൻ മലങ്കര ഓർത്തഡോക്സ് സഭ ഇറക്കുന്ന വിശുദ്ധ ഗ്രന്ഥം എന്ന ബൈബിളാണ്. ആ ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവർ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്തെന്നാൽ അവർ കന്യാവ്രതക്കാർ ബ്രാക്കറ്റിൽ അവിവാഹിതർ ആയിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എത്ര വ്യാഖ്യാനം നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു? 5 ബൈബിൾ ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞു കേൾപ്പിക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവർ കന്യകമാരാകിയ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യത്തെ അവർ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്തെന്നാൽ അവർ കന്യാവ്രതക്കാർ അഥവാ അവിവാഹിതരായിരുന്നു. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനപ്പെടാത്തവരാണ്, അവർ ബ്രഹ്മചാരികളുമാണ്. അവർ സ്ത്രീകളുമായി മലിനപ്പെടാതെ സ്വയം കാത്തതിനാൽ ചാരിത്രം നഷ്ടപ്പെടാത്തവരാണ്. ഈ 1,44,000 പേർ സ്ത്രീ സമ്പർക്കം മൂലം മലിനപ്പെടാത്തവരായിരുന്നു, അവർ സ്വയം ശുദ്ധരായി സംരക്ഷിച്ചു. സ്ത്രീകളോട് ബന്ധം പുലർത്താത്ത ജിതേന്ദ്രിയരാണിവർ. ഇത്രയും വാക്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ഈ 1,44,000 പേർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. യാതൊരു വിധത്തിലുള്ള സ്ത്രീ സമ്പർക്കവും ഇല്ലാതെ ബ്രഹ്മചാരികളായി അവർ കന്യാവ്രതസ്ഥരായി അവിവാഹിതരായി ജീവിച്ച 1,44,000 പേർ. ഇനി നിങ്ങൾ
നിങ്ങൾ പറയണം ഇതാരെക്കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കും. നിങ്ങൾ ചിന്തിക്കണം. ഒന്ന്, നമ്മൾ ചിന്തിച്ചു ദൈവത്തിൻ്റെ നാമം, പിതാവിൻ്റെ നാമം, പുത്രന്റെ നാമവും നെറ്റിയിൽ എഴുതപ്പെട്ടവർ. രണ്ട്, ഭൂമിയിൽ നിന്നും യേശുവിൻ്റെ രക്തം വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. മൂന്ന്, അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ, എന്ന് വെച്ചാൽ അവിവാഹിതരായിരുന്നവർ. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്താ പറഞ്ഞത്? വരം ലഭിച്ചവരല്ലാതെ ആരും ഇത് ഗ്രഹിക്കുന്നില്ല. എന്താണ് വരം ലഭിച്ചവരല്ലാതെ ആർക്കും ഗ്രഹിക്കുവാൻ കഴിയാത്ത യാഥാർത്ഥ്യം? ലോകത്തിൽ 3 വിധത്തിലുള്ള ഷണന്മാരുണ്ട്. ഒന്ന്, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ ഷണന്മാരായി ലോകത്തിൽ ജനിച്ചവർ. രണ്ടാമത്, മനുഷ്യരാൽ ഷണന്മാരാക്കി തീർക്കപ്പെട്ടതായ ഷണന്മാർ. 3, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണന്മാരാക്കി തീർത്തവർ. ഇത് പറഞ്ഞിട്ട് യേശു പറഞ്ഞു, ഗ്രഹിപ്പാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ, ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. വരം ലഭിച്ചവർക്ക് മാത്രം ഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കി സൂക്ഷിക്കുന്ന, വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ച് ചാരിത്രശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് കന്യാവ്രതസ്ഥരായി, അവിവാഹിതരായി, ബ്രഹ്മചാരികളായി, സ്ത്രീകളോട് മാലിന്യപ്പെടാതെ ജീവിക്കുന്ന 1,44,000 പേർ ക്രിസ്തുവിനോടുകൂടെ സിയോൻ മലയിൽ നിൽക്കുന്നു. അതാണ് വിശുദ്ധ പൗലോസ് അവന്റെ ജീവിതത്തെക്കുറിച്ച്, അവന്റെ കന്യാവ്രതത്തെ സൂക്ഷിച്ച്, അവന്റെ അവിവാഹിത ജീവിതത്തെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുകയാകുന്നു, വിവാഹം കഴിക്കാത്തവരോടും വിധവമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ നിങ്ങൾക്ക് നന്ന്. ഇല്ല, നിങ്ങൾക്ക് ജിതേന്ദ്രിയത്വമില്ലെങ്കിലോ പോയി വിവാഹം കഴിച്ചുകൊള്ളുക. വിശുദ്ധ പൗലോസ് പറയുന്നു, ജിതേന്ദ്രിയത്വം ഉണ്ടെങ്കിൽ വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നെ പോലെ ജീവിക്കണം, ഞാൻ ജീവിക്കുന്ന പോലെ ജീവിക്കണം. ഇങ്ങനെ ജീവിക്കുവാനുള്ള ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി വിവാഹം കഴിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. അതിൽ വിശുദ്ധ പൗലോസൂടെ പറയുന്നു, ഞാൻ കന്യാവ്രതസ്ഥനായി, അവിവാഹിതനായി, സ്വയം ബ്രഹ്മചാരിയായി ജീവിതത്തിന്റെ ചാരിത്രശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആകയാൽ സിയോനിൽ ക്രിസ്തുവിനോടുകൂടെ നിൽക്കുന്ന ഈ 1,44,000 പേരെന്ന് പറയുമ്പോൾ അത് ദൈവസഭയുടെ അടിസ്ഥാനമാണ്. യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലും അവനോട് ചേർത്ത് സിയോനിൽ ഇടപെട്ട അടിസ്ഥാനമാകുന്ന അപ്പോസ്തലന്മാർ, പ്രവാചകന്മാരും അവർ ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ടവരായി, യേശുവിന്റെ രക്തം മറുവിലയായി കൊടുത്ത് അവരെ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായി, അവർ സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണന്മാരായി പ്രതിഷ്ഠിച്ച് അവിവാഹിതരായി ജീവിക്കുന്ന 1,44,000 പേർ. ഇവിടെ 4ാമത്തെ യോഗ്യത പറഞ്ഞിരിക്കുന്നത്, ഇവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അനുഗമിക്കുക, അത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, വിശുദ്ധ ലൂക്കോസ് 9:23 കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഒരുത്തൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ, ഒരുത്തൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിച്ച് സ്വയം ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ പിൻഗമിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഒരുത്തൻ യഥാർത്ഥമായി ഞാൻ പോകുന്നിടത്തൊക്കെയും എന്നെ പിൻഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വയം നിഷേധിക്കണം. എന്ന് വെച്ചാൽ വിശുദ്ധ പൗലോസിന്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. വിശുദ്ധ പൗലോസ് അതാ പറയുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയും തികയ്ക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ഒരുത്തൻ കുഞ്ഞാടിനെ പിൻഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവന്റെ പ്രാണനെ ത്യജിച്ചവനായിരിക്കണം. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ, ഞങ്ങൾ ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഞങ്ങൾ ജീവിച്ചാലും ക്രിസ്തുവിനുള്ളവർ, മരിച്ചാലും ക്രിസ്തുവിനുള്ളവർ. സ്വന്തം പ്രാണനെ കൂടെ ത്യജിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകണം. കർത്താവിൻ്റെ പിന്നാലെ പോകുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 19:29 യേശു പറഞ്ഞു, എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും ഒരുത്തൻ എന്നെ പിൻഗമിക്കുവാൻ ഇച്ഛിച്ചാൽ, എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ അപ്പനെയോ അമ്മയെയോ സഹോദരനെയോ സഹോദരിയെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞാൽ ഈ ലോകത്തിൽ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും അപ്പനെയും മക്കളെയും ഞാൻ അവർക്ക് കൊടുക്കും. അത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. സുവിശേഷ നിമിത്തം എന്നെ പിൻഗമിക്കുവാൻ ഇച്ഛിക്കുന്നവർ എന്ത് ചെയ്യണം?
നിങ്ങൾ ത്യജിക്കണം. സ്വന്തം ജീവനെ ത്യജിക്കണം, സ്വന്തം വീടുകളെ ത്യജിക്കണം, നിലങ്ങളെ ത്യജിക്കണം, മാതാപിതാക്കളെ ത്യജിക്കണം, സഹോദരവർഗത്തെ ത്യജിക്കണം. ഒരിക്കൽ കർത്താവ് ഒരുത്തനെ വിളിച്ചു, നീ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. പത്രോസിനെ വിളിച്ചു, പത്രോസ് പടകം വലയും ഇട്ട് പുറകെ ചെന്നു. അന്ത്രയോസിനെ വിളിച്ചു, അന്ത്രയോസ് ചെന്നു. ഒരുത്തനെ കർത്താവ് വിളിച്ചു, നീ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ മരിച്ചു, എൻ്റെ അപ്പൻ്റെ അടക്കം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. മനുഷ്യത്വപരമായി നോക്കിയാൽ, മാനുഷിക പരിഗണനയിൽ സ്വന്തം പിതാവിൻ്റെ അടക്കം കഴിഞ്ഞിട്ട് വരാമെന്ന് വെച്ചാൽ സമ്മതിക്കണ്ടേ? യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. സ്വന്തം പിതാവിൻ്റെ ശവസംസ്കാരം നടത്തുവാൻ പോലും നിൽക്കുവാൻ യേശു അനുവദിച്ചില്ല. നീ എന്നെ പിൻഗമിക്കുന്നവർ, യഥാർത്ഥമായി പിൻഗമിക്കുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ട് നീ എൻ്റെ പിന്നാലെ വരുവാൻ പറഞ്ഞു. അതാണ് കർത്താവിൻ്റെ മാർഗമെന്ന് പറയുന്നത്. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കണം, സുവിശേഷ നിമിത്തം സകലവും ത്യജിക്കണം. ഇന്ന് ഈ സുൽത്താൻ ബത്തേരി പട്ടണത്തിൽ നിന്നും കർത്താവിൻ്റെ ശുശ്രൂഷകരെ ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും, സുവിശേഷ നിമിത്തം, കർത്താവിൻ്റെ നിമിത്തം ഞങ്ങൾ സ്വന്തം പ്രാണനെ കൂടെ ത്യജിച്ചവരാണ്. ഞങ്ങൾക്കുള്ളതൊക്കെയും, ഞങ്ങൾ സ്വന്തം വീട് ത്യജിച്ചു, ഞങ്ങൾ നിലങ്ങളെ ത്യജിച്ചു, ഞങ്ങളുടെ മാതാപിതാക്കളെ ത്യജിച്ചു, ഞങ്ങൾ ജനിച്ചു വളർന്ന ദേശം ത്യജിച്ചു, ഞങ്ങളുടെ സഹോദരങ്ങളെ ത്യജിച്ചു. സകലതും വിട്ട് കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ പിന്നാലെ ഞങ്ങൾ പോയി. അതുകൊണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടെന്നറിയാമോ? ഞങ്ങൾ വിട്ടത് ഒരൊറ്റ വീടാണ്. ഞങ്ങൾക്ക് ലോകം മുഴുവനും വീടാണ്. അതുകൊണ്ട് ഒന്ന് വിട്ടാൽ എത്ര വീട് വീണമെങ്കിലും കിട്ടാം. ഈ സുൽത്താൻ ബത്തേരിയിൽ ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ സുൽത്താൻ ബത്തേരി എനിക്കൊന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടത്തില്ലായിരുന്നു. ഇവിടെ എനിക്ക് സുൽത്താൻ ബത്തേരിയിൽ മനോഹരമായി വീട്ടിൽ താമസിക്കുവാൻ ദൈവം എനിക്ക് വീട് തന്നിരിക്കുന്നു. അല്പം മുമ്പ് അമ്പലവയലിലും അധികം താമസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് സെൻട്രൽ ഫെയ്ത്തമിൽ വന്നു. കോഴിക്കോട് മഹാനഗരത്തിൽ പാർക്കുവാൻ എനിക്ക് കർത്താവ് വീട് തന്നു. ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും എവിടെ ചെന്നാലും പാർക്കുവാൻ എനിക്ക് വീട്, എന്നെ സ്വീകരിക്കുവാൻ അവിടെ വിശുദ്ധന്മാരുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ലഭ്യമാണ്. കാരണം ഞങ്ങൾ ത്യജിച്ചവരാണ്. ജനിച്ചു വളർന്ന വീട് ഞങ്ങൾ വിട്ടു, പെറ്റ മാതാവിനെ വിട്ടു, വളർത്തിയ പിതാവിനെ വിട്ടു. അതുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുവാനും ഞങ്ങളെ കരുതുവാനും നൂറുകണക്കിന് അപ്പന്മാരും അമ്മമാരും ഈ ലോകത്തിലുണ്ട്. ഞങ്ങളുടെ സഹോദരവർഗങ്ങളെ വിട്ടു, ഞങ്ങളെ സ്വന്തം പോലെ സ്നേഹിക്കുവാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ട്. എന്തുകൊണ്ട്? കർത്താവിൻ്റെ ശബ്ദം വിട്ട് അവനെ പിൻഗമിക്കുവാൻ ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോൾ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കുവാൻ സ്വന്തം പ്രാണനെ പോലും ത്യജിക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ സിയോനിൽ ക്രിസ്തുവിനോടുകൂടെ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന ഈ 1,44,000 പേർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിച്ചവരാണ്. അതാണ് അവിടെ 4ാമത്തെ യോഗ്യത എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, അവർ ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്ന ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. അതിന്റെ ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചാൽ. അവർ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. മക്കൾ ആദ്യ ഫലമായി വീണ്ടെടുത്തിരിക്കുന്നു. ഈ ആദ്യഫലം, ആദ്യവിളവെന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് നേരെ ഈജിപ്തിലേക്ക് പോയെങ്കിലേ പറ്റത്തുള്ളൂ. ഇസ്രായേൽ മക്കൾ 430 വർഷം ഇസ്രായേലിൽ പാർത്തിട്ട് അവസാനം അവിടെ വിടുവിക്കുന്ന സന്ദർഭത്തിൽ ഫറവോന്റെ, ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ഫറവോന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കണമെങ്കിൽ ഒരു രക്ഷയില്ല. മോശെ അയച്ചു, ഒത്തുതീർപ്പ് ചർച്ചയൊക്കെ നടത്തി. ചർച്ച കൊണ്ട് നടക്കത്തില്ല. ബാധകൾ ആരംഭിച്ചു. 9 ബാധയിലും ഫറവോൻ അയയുന്നില്ല. 10ാമത്തെ ബാധ ദൈവം തമ്പുരാൻ അയച്ചു, ആദ്യജാതന്മാരുടെ സംഹാരം. ഈജിപ്തിലുള്ള കൊട്ടാരങ്ങൾ, ഫറവോന്റെ കൊട്ടാരം തുടങ്ങി കൊട്ടിലുകൾ വരെ ആദ്യജാതന്മാർ കടിഞ്ഞൂലുകളായി പിറന്നതൊക്കെയും പിടഞ്ഞു മരിച്ചു വിടുവാൻ തുടങ്ങി. മനുഷ്യന്റെ സന്തതികളിൽ ആൺസന്തതികളൊക്കെ വീണു. കന്നുകാലികളിൽ ആണൊക്കെയും ആദിജാതന്മാരൊക്കെയും വീണു. ആദ്യമായി ജനിച്ചതൊക്കെയും വീണ് മരിക്കുവാൻ തുടങ്ങി. ഇസ്രായേൽ മക്കൾ പാർത്ത ഗോർഷൻ ദേശത്ത് ആദിജാതന്മാർക്ക് ഒരു കുഴപ്പമില്ല. ആ വീടുകളിൽ നിലവിളിയില്ല, അവിടെ സന്തോഷം. അവരുടെ വീടിൻ്റെ വാതിക്കൽ ഇവിടെ രക്തപ്രതികാരകം നോക്കുമ്പോൾ, മരണാധികാരി നോക്കുമ്പോൾ അവിടെ പസഹ കുഞ്ഞാണ്ട് രക്തം പുരട്ടിയിട്ടുണ്ട്. ആ വീട്ടിലോട്ട് അവിടെ സാത്താൻ കടന്നില്ല. മറിച്ച് ഈജിപ്തിലെ ആ മിസ്രൈമിൽ പാർക്കുന്ന വീടുകളും നിലവിളി, ഫറവോന്റെ കൊട്ടാരത്തിൽ നിലവിളി, എല്ലാ കൊട്ടിലുകളിലും നിലവിളി, എല്ലാ കൊട്ടാരങ്ങളിലും നിലവിളി. എന്നിട്ട് ദൈവം തമ്പുരാൻ ഇസ്രായേൽ മക്കളോട് വ്യവസ്ഥ ചെയ്തു, ഈജിപ്തിലെ മിസ്രൈമിലെ സകല മനുഷ്യരിലും ആദിജാതന്മാർ മുഴുവനും സംഹരിക്കപ്പെട്ടില്ലേ? സംഹരിക്കപ്പെട്ടു.
നിങ്ങളിൽ ഒരു ആദിജാതനെങ്കിലും സംഹരിക്കപ്പെട്ടോ? ഇല്ല. നിങ്ങളുടെ ആദിജാതന്മാരെല്ലാം സംരക്ഷിക്കപ്പെട്ടില്ലേ? പെട്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് ജനിക്കുന്ന ആദിജാതന്മാരെല്ലാം ഇനി മുതൽ എനിക്കുള്ളതായിരിക്കണം. നിങ്ങളുടെ കന്നുകാലികളിൽ ആദിജാതന്മാരിൽ എനിക്കുള്ളതായിരിക്കണം. നിങ്ങളുടെ മക്കളിൽ ആദിജാതന്മാരിൽ എനിക്കുള്ളതായിരിക്കണം. നിങ്ങൾ നിലത്ത് കൃഷി ചെയ്യുന്ന വിളവിൽ ആദിഫലങ്ങളെല്ലാം എനിക്കുള്ളതായിരിക്കണം. ആദിജാതൻ എനിക്കുള്ളതാണ്. ഇത് ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു വെക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് ഈ 1,44,000 പേർ. എന്നാൽ ഇസ്രായേൽ മക്കൾ പിന്നീട് അവർ യാത്ര തുടർന്ന് വരുമ്പോൾ വഴിയിൽ വെച്ച് ദൈവം തമ്പുരാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ആ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്നറിയാമോ? ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലുമുള്ള കുടുംബങ്ങളിലെ ആദിജാതന്മാർക്ക് പകരം ദൈവം തമ്പുരാൻ പറഞ്ഞു, രൂബേൻ ഗോത്രത്തിലെ ആദിജാതന്മാർ, ശിമയി ഗോത്രത്തിലെ ആദിജാതന്മാർ, പിന്നെ ഇതിലെ ഓരോ ഗോത്രത്തിലുള്ള ആദിജാതന്മാരെ കണ്ടുപിടിക്കുന്നതിന് പകരം ഞാനൊരു കാര്യം ചെയ്യാം. ലേവ്യരെ, ദൈവത്തോട് കൂടെ നിന്ന് യഹോവയുടെ പക്ഷത്ത് നിന്ന ആ ലേവ്യരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദിജാതന്മാരായിട്ട് ആദിഫലമായിട്ട് ഞാനിഞ്ഞ് വേർതിരിക്കുകയാണ്. അവിടെ വക്കൽ ഞാൻ ഉറീമും തുമ്മീമും കൊടുക്കുകയാണ്. പൗരോഹിത്യം അവരെ ഏൽപ്പിക്കുകയാണ്. ഇസ്രായേലിലെ മുഴുഗോത്രങ്ങൾക്കും പകരമായി, മുഴുഗോത്രങ്ങളിലുമുള്ള ആദിജാതന്മാർക്ക് പകരമായി ലേവി ഗോത്രത്തെ ദൈവം എടുത്തിട്ട് പറഞ്ഞു, സകല ആദിജാതന്മാർക്കും പകരം ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ നിന്നും ഞാൻ വീണ്ടെടുത്തിരിക്കുന്ന ഗോത്രമാണ് ലേവി ഗോത്രം. പൗരോഹിത്യം അവരെ ഏൽപ്പിച്ചു. പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി ആദിജാതന്മാരായി വേർതിരിക്കപ്പെട്ട ലേവി ഗോത്രം, അഹരോന്റെ കുടുംബം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 1,44,000 പേർ അവരുടെ പ്രത്യേകത ഭൂമിയിലെ മനുഷ്യരുടെ നിന്നും ആദ്യജാതന്മാരായി, ആദ്യ ഫലങ്ങളായി വേർതിരിക്കപ്പെട്ടവരാണ്. അവൻ പട്ടണത്തിൽ ഒരുവനെയും വംശത്തിൽ 2 പേരെയും വീതം തിരഞ്ഞെടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരുന്നു. ഈ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനുള്ളതായ ഒരു യോഗ്യതയും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ട് ഈ ശുശ്രൂഷ ലഭിച്ചതല്ല. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി തീർത്തു. എന്തുകൊണ്ട്? കർത്താവ് ഞങ്ങളെ ലോകസ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത് ലോകത്തിൽ സകല ദൈവമക്കൾക്കും പകരം ആദിജാതന്മാരായി ഈ ശുശ്രൂഷ ദൈവം ഞങ്ങളെ ഫലമേൽപ്പിച്ചു. മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഇടയിൽ നിന്നും ആദിജാതന്മാരായി വേർതിരിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷകർ. ഈ സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്ന 1,44,000 പേർ അവർ ആദിജാതന്മാരായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരാണ്. അടുത്ത ഇവിടെ പ്രത്യേകത എന്തെന്നറിയാമോ? ഹോഷ്ക്ക് ഇവിടെ വായില്ല. ഹോഷ്ക്ക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണമേ, നമ്മളെല്ലാവരും വലിയ പാപങ്ങളുടെ പട്ടിക ഒരുപാടുണ്ട്. കൊലപാതകം വലിയ പാപമാണ്, മോഷണം വലിയ പാപമാണ്, അഡൾട്ടറി വലിയ പാപമാണ്. ഇതെല്ലാം വലിയ പാപം, മരണകരമായ പാപമാണ്. പക്ഷേ സത്യവേദ പുസ്തകം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെട്ട് പുതിയ യെരൂശലേമിലും സിയോനിലും പോകത്തില്ലെന്ന് തിരുവെഴുത്തിൽ ആവർത്തിച്ചു പറയുന്ന ഒരൊറ്റ പാപമേ ഉള്ളൂ. 3 പ്രാവശ്യം പറയുന്നു പുതിയ യെരൂശലേമിനകത്തോട്ട് കയറ്റിവിടത്തിൽ ഒരു കൂട്ടരെ. ആരെയാണെന്നറിയാമോ? കള്ളം പറയുന്നവരെ. കള്ളം പറയുന്നവരെ അതാരാണെങ്കിലും ശരി പുതിയ യെരൂശലേമിനകത്തോട്ട് കയറ്റത്തില്ല. 3 പ്രാവശ്യം പറഞ്ഞിരിക്കുക. ക്രിസ്തുവിൻ്റെ മണവാട്ടി, ക്രിസ്തുവിൻ്റെ കാന്ത ഹോഷ്ക്ക് പറയുന്നവരാവരുത്. ഹോഷ്ക്ക് പറയുന്നവർ പുതിയ യെരൂശലേമിലും കാണത്തില്ല, സിയോനിലും കാണത്തില്ല. നമുക്ക് 1-2 വാക്യം നമുക്ക് നോക്കാം. വെളിപ്പാട് 21:8 വാക്യം. അവിടെ പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ. വായിച്ചാട്ടെ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി, തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. മക്കളെ, ഭോഷ്ക് പറയുന്നവൻ പുതിയ യെരൂശലേമിനകത്ത് ഉണ്ടാവത്തില്ല, തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ. ഇനി 21-27 വാക്യം വായിച്ചു നോക്കിയാട്ടെ. അവിടെയും പറയുന്നു, വായിച്ചാട്ടെ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കണക്കയില്ല. പുതിയ യെരൂശലേമിനകത്ത് മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരാരും
പുതിയ യെരൂശലേമിനകത്ത് കടക്കത്തില്ല. വെളിപ്പാട് 22:14 ഒന്ന് വായിച്ചു നോക്കട്ടെ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വായിച്ചാട്ടെ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. പുറത്തു തന്നെ, അകത്തോട്ട് കയറ്റിവിടത്തില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കർത്താവിൻ്റെ വരവിൽ പോകത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു കക്ഷികൾ, ഒരു കൂട്ടരുണ്ട്. കള്ളം പറയുന്നവർ, ഫോഷ്ക്ക് പറയുന്നവർ പുതിയ യെരൂശലേമിനകത്ത് കാണത്തില്ലെന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു. സിയോനിൽ നിൽക്കുന്ന 1,44,000 പേരുടെ പ്രത്യേകതയും അവരും ഫോഷ്ക്ക് പറയാത്തവരാണ്. ഫോഷ്ക്ക് പറയാത്ത 1,44,000 പേർ. അപ്പോൾ ഫോഷ്ക്ക് പറയാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് പുതിയ നിയമസഭയുടെ ക്വാളിറ്റിയാണ്, യോഗ്യതയാണ്. 7ാമത്തെ യോഗ്യത പറയുന്നു, അവർ കളങ്കമില്ലാത്തവരാണ്. കളങ്കമില്ലാത്തവരെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് ലോകത്തിൽ വന്ന് അവന്റെ ജീവനെ കാൽവരിയിൽ വെച്ചു കൊടുത്തത് എന്തിനു വേണ്ടി? വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിച്ച് കറയും ചുളുക്കവുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായ ഒരു സഭയെ ഉരുവാക്കിയെടുക്കുവാൻ, കളങ്കമില്ലാത്ത ഒരു സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് കാൽവരിയിൽ ജീവനെ കൊടുത്തത്. ആകയാൽ പുതിയ നിയമസഭ കളങ്കമില്ലാത്ത മണവാട്ടിയാണ്. ആകയാൽ ഈ 1,44,000 പേരും കളങ്കമില്ലാത്തവരാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, സിയോനിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 1,44,000 പേരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അവർ ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ടവരാണ്. അടുത്തത്, അവർ ഭൂമിയിൽ നിന്ന് രക്തം വില കൊടുത്ത് വാങ്ങിച്ചവരാണ്. അവർ കന്യകമാരാകിയ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാതെ അവർ കന്യാവ്രതസ്ഥരായ ജീവിതത്തെ സൂക്ഷിച്ചവരാണ്. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവർ അനുഗമിച്ചവരാണ്. അടുത്തത്, ആദിഫലങ്ങളായി വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവർ ഫോഷ്കില്ലാത്തവരാണ്, കളങ്കമില്ലാത്തവരാണ്. ഇവരാണ് ഈ 1,44,000 പേർ. അതിനകത്ത് ഈ TPMലെ ശുശ്രൂഷകരുമുണ്ട് എന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. കാര്യം ഞങ്ങൾ പിതാവിൻ്റെ മനസ്സുള്ളവരായി, പുത്രൻ്റെ മനസ്സുള്ളവരായി ഈ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, യേശുവിൻ്റെ രക്തം വില കൊടുത്ത് ഞങ്ങളെ വാങ്ങിച്ചതാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ച് ഞങ്ങൾ അവിവാഹിതരായി ജീവിക്കുന്നു. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, യേശു ക്രിസ്തു പോകുന്നിടത്തൊക്കെയും അവൻ്റെ പിന്നാലെ പോകുവാൻ സ്വന്തം പ്രാണനെയും ത്യജിച്ച് അവൻ്റെ പുറകെ പോകുന്നവരാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ആദിഫലമായി മനുഷ്യരുടെയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഫോഷ്ക്കും മാലിന്യവുമില്ലാതെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് കുഞ്ഞാടിനോടുകൂടെ 1,44,000 പേർ സിയോൻ മലയിൽ നിൽക്കുന്ന കാഴ്ച യോഹന്നാൻ കാണുകയാണ് ചെയ്യുന്നത്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവർ സിയോനിൽ, ഇവർ പുതിയ നിയമസഭയുടെ കേന്ദ്രമായിരിക്കുന്നു, അവർ അടിസ്ഥാനമായിരിക്കുന്നു. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ വാസസ്ഥലം എവിടെയായിരിക്കും? വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 21-ാം അധ്യായത്തിൽ യോഹന്നാനെ ദൈവത്തിൻ്റെ ആത്മാവ് വിളിക്കുകയാണ്. യോഹന്നാൻ, ഇവിടെ കയറി വാ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. യേശു ക്രിസ്തു സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ച അവൻ്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. യോഹന്നാൻ യേശു ക്രിസ്തുവിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണുവാൻ ഉയർന്നൊരു വൻമലയിലേക്ക് കടന്നുപോയി. മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന ഒരു മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ താഴേക്ക് ഇറങ്ങി വന്നു. ഈ കാണുന്നതാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടി. വിശുദ്ധ യോഹന്നാൻ ആ ക്രിസ്തുവിൻ്റെ മണവാട്ടിയെ സൂക്ഷിച്ചു നോക്കി. ആ മണവാട്ടിയുടെ സൗന്ദര്യം മുഴുവനും സൂര്യകാന്തത്തിൻ്റെ പ്രഭയിൽ ഉയർന്ന വന്മതിലോടുകൂടെ 12 ഗോപുരങ്ങൾ 12 മുത്തുകളാൽ പരിലസിച്ച് 12 രത്നങ്ങളാൽ അടിസ്ഥാനമിട്ട മതിലുകളുള്ളതായി, അപ്പോസ്തലന്മാരുടെ പേരുകളുള്ളതായി ഒരു വിശുദ്ധ നഗരം സ്വർഗത്ത് നിറങ്ങി വന്നു. അവൻ ആ നഗരത്തിലേക്ക് നോക്കിയപ്പോൾ ഈ നഗരത്തിൻ്റെ വലിപ്പം ഒന്ന് ശ്രദ്ധിച്ചു. 1200 നാഴിക എന്ന് വെച്ചാൽ 2400 കിലോമീറ്റർ നീളവും 2400 കിലോമീറ്റർ വീതിയുമുള്ള ഒരു സമചതുര പട്ടണം. നിങ്ങൾ ശ്രദ്ധിക്കണം, 2400 കിലോമീറ്റർ നീളവും 2400 കിലോമീറ്റർ വീതിയുമുള്ള ഒരു സമചതുര പട്ടണമാണ് പുതിയ യെരൂശലേം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 1.5 ഇരട്ടി വലിപ്പമുണ്ട് പുതിയ യെരൂശലേം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയിൽ പുതിയ യെരൂശലേം എന്ന വാസസ്ഥലത്തിന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ 1.5 ഇരട്ടി വലിപ്പം. യോഹന്നാൻ ആ പട്ടണത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി.
നോക്കിയപ്പോൾ ഇതാ ആ പട്ടണത്തിൻ്റെ നടുവിലൂടെ വിശാലമായ തങ്കനിർമ്മിതമായ ഒരു വീതി, ഒരു ദേശീയപാത കടന്നു പോകുന്നു. 2400 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ദേശീയപാത കടന്നു പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം ആ ദേശീയപാതയുടെ വർണ്ണനയോടുകൂടി അവസാനിച്ചിട്ട് 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ദേശീയപാതയിലാണ് വീണ്ടും വർണ്ണന ആരംഭിക്കുന്നത്. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വീതിയുടെ നടുവിൽ എവിടെയാണ് വീതിയുടെ നടുവിൽ? 2400 കിലോമീറ്റർ ദൈർഘ്യമുള്ള വീതിയുടെ നടുവിൽ എന്ന് പറയുമ്പോൾ 1200 കിലോമീറ്റർ കഴിയുമ്പോൾ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഇന്ത്യയിലെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു ദേശീയ നേതാവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരത് ജോഡോ യാത്ര. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര മഹാരാഷ്ട്ര കഴിഞ്ഞ് ഇനി കാശ്മീരിൽ ചെന്ന് അവസാനിക്കത്തുള്ളൂ. ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്ത് ചെല്ലും. ഡൽഹിയിലെത്തുമ്പോൾ അവിടെ സിംഹാസനമുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ സിംഹാസനം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഹാസനം ഡൽഹിയിലാണ്. ഏതാണ്ട് മധ്യഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ സിംഹാസനം കാണുന്നു. രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരികളുടെ സിംഹാസനങ്ങൾ. അവിടെ സുപ്രീം കോടതിയുണ്ട്, അവിടെ നിയമസഭയുണ്ട്, രാഷ്ട്രപതി ഭവനുണ്ട്. അതെല്ലാം രാജധാനി മുഴുവനും ഡൽഹിയിലാണ്. യോഹന്നാൻ നോക്കുമ്പോൾ ഈ വീതിയുടെ മധ്യഭാഗത്തേക്ക് ചെന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും സിംഹാസനം കണ്ടു. അവന് സിംഹാസനം നിൽക്കുന്ന കാഴ്ച നോക്കി, സിംഹാസനം നിൽക്കുന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് ഉയർന്നൊരു വൻമലയാണ്, ഒരു മലയാണ്. ആ മലയുടെ മുകളിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം സിയോൻ സ്ഥാപിച്ചിരിക്കുന്നു. അവർ നോക്കിയപ്പോൾ അവിടെ നിന്ന് പളുങ്കുനത്ത സ്ഫടികസുതാര്യമായ വെള്ളം, ഒരു ജീവജലത്തിൻ്റെ നദി താഴേക്ക് ഒഴുകുന്നു. സിംഹാസനത്തിൽ നിന്നൊരു നദി താഴേക്ക് ഒഴുകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഒരു നദി എവിടെ നിന്നായിരിക്കും ഒഴുകുന്നത്? ഇന്ത്യയിലെ നദി സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എവിടെ നിന്നാണ് ഒഴുകുന്നത്? ഹിമാലയത്തിൽ നിന്നാണ് ഒഴുകുന്നത്. ഒരു നദി ഒഴുകണമെങ്കിൽ പർവ്വതത്തിൽ നിന്ന് മാത്രമേ ഒഴുകത്തുള്ളൂ. യോർദാൻ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഹെർമോന്യം മലയിൽ നിന്നാണ് യോർദാൻ നദി ഉത്ഭവിക്കുന്നത്. ഒരു നദി ഉത്ഭവിക്കണമെങ്കിൽ മലയിൽ നിന്നേ ഉത്ഭവിക്കത്തുള്ളൂ. യോഹന്നാൻ നോക്കുമ്പോൾ ഒരു മനോഹരമായ നദി ഒഴുകി വരുന്നു. ആ സിംഹാസനത്തിൽ നിന്നും ഒരു നദി ഒഴുകി വരുന്നത് കാണുമ്പോൾ അതിൻ്റെ ഇരുകരയും ജീവന്റെ വൃക്ഷം ഇങ്ങനെ ഫലം കായ്ച്ചു നിൽക്കുകയാണ്. അവൻ നോക്കിയപ്പോൾ ആ നദി പുറപ്പെടുന്നത് സിംഹാസനത്തിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി? അതൊരു പർവ്വതമാണ്. അതാണ് സിയോൻ പർവ്വതം. 1200 നാഴിക കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും സിംഹാസനം സ്ഥാപിച്ചിട്ടുള്ള സിയോൻ അവിടെ കാണുവാൻ സാധിക്കും. ആ സിംഹാസനത്തിൻ്റെ മുൻപിലാണ് ഈ 1,44,000 പേർ ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ടവരായി ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് അവനെ അവിടെ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങളുടെ ശുശ്രൂഷ ഇവിടെ കൊണ്ട് തീരത്തില്ല. ലോകത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്തിനു പഠിപ്പിച്ചാലും ശരി, ഇവിടെയുള്ള വേലയുള്ളൂ. BSc നേഴ്സിങ്ങിന് പഠിപ്പിച്ചാൽ ഇവിടെ ജോലി ചെയ്യാം, അവിടോട്ട് ചെന്നാൽ നേഴ്സുമാരുടെ ഒഴിവില്ല, പറഞ്ഞേക്കാം. നിങ്ങൾ MBBSന് 50 ലക്ഷമോ 2 കോടിയോ കൊടുത്ത് പഠിപ്പിച്ചിട്ട് അവിടെ ചെന്നിട്ടേ അവിടെ രോഗം ഉണ്ടായിട്ട് വേണ്ടേ ഡോക്ടർമാരുടെ ആവശ്യം. അവിടെ ഡോക്ടർമാർക്ക് വേക്കൻസി ഇല്ല. അവിടെ എഞ്ചിനീയർമാരെ പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് ചെന്നേയും കെട്ടിടത്തിൻ്റെ പണി കംപ്ലീറ്റ് തീർന്നു, എഞ്ചിനീയർമാരുടെ ആവശ്യമില്ല. സ്വർഗത്തിൽ ഈ പറഞ്ഞ ഒരുവർക്കും ജോലി ഉണ്ടായിരിക്കത്തില്ല, അവിടെ എങ്ങും ഒരവസരവും കിട്ടത്തില്ല. പക്ഷേ ഞങ്ങളുടെ സേവനം സിയോനിൽ, ഈ സേവനം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. ദൈവസിംഹാസനത്തിൻ്റെ മുൻപിലിരുന്ന് പിതാവിൻ്റെ മുഖം ദർശിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷകർ അവനെ ആരാധിച്ചു കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ തേജസ് അവരെ പ്രകാശിപ്പിക്കും. അവർ ആ സിയോനിൽ രാജാക്കന്മാരായിട്ട് വാഴും. അതാണ് ഈ സിയോനിൽ കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്ന 1,44,000 പേർ. അതാണ് പുതിയ നിയമസഭയുടെ അടിസ്ഥാനം. സിയോനിൽ ക്രിസ്തുവിനോടുകൂടി ഇടപെട്ട അടിസ്ഥാനം. യേശു ക്രിസ്തു മൂലക്കല്ലായി സിയോനിലിട്ടു. അവനോടുകൂടി അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ ആ അടിസ്ഥാന കല്ലുകളായി സിയോനിൽ ഇടപെട്ടിരിക്കുന്നു. ആ സിയോനിൽ ഉത്തരവാദിത്വമുണ്ട്. പുതിയ നിയമസഭയെ നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. സുവാർത്ത നൂടിയായ സിയോനേ, സുവാർത്ത നൂടിയായ യെരൂശലേമേ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെന്നിട്ട് ശക്തിയോടെ വിളിച്ചു പറയുക, ഇതാ നിന്റെ ദൈവം വരുന്നു, ബലശാലിയായി നമ്മുടെ കർത്താവ് വരുന്നു. പ്രിയ മക്കളെ, ഈ ദൈവത്തിൻ്റെ ആലോചന കേട്ടപ്പോൾ കർത്താവ് നമുക്ക് അന്ന് ഉന്നതമായ ദൈവിക വെളിപ്പാട് നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ടെങ്കിൽ രണ്ടൊരു പാട്ടൊന്ന് പാടിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ആരിവർ പാടുന്നു സിയോൻ ഗിരിയതിൽ ആർക്കും അറിയാത്ത നവ്യഗാനത്തെ, ആരിവർ പാടുന്നു
സിയോൻ ഗിരിയതിൽ ആർക്കും അറിയാത്ത നവ്യഗാനത്തെ ആദ്യഫലമായി ഇവർ ദൈവത്തിനും കുഞ്ഞാടിനും വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ. ആദ്യഫലമായി ഇവർ ദൈവത്തിനും കുഞ്ഞാടിനും വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ. കുഞ്ഞാടു പോയിടും പാതയിൽ അവനെ എന്നും പിൻഗമിച്ചോരിവരെ. കുഞ്ഞാടു പോയിടും പാതയിൽ അവനെ എന്നും അനുഗമിച്ചോരിവരെ. സ്വന്ത ബന്ധം വീടും നാടും ഇവർക്കില്ല, സ്വന്തം യേശു മാത്രമേ. സ്വന്ത ബന്ധം വീടും നാടും ഇവർക്കില്ല, സ്വന്തം യേശു മാത്രമേ. ആരിവർ പാടുന്നു സിയോൻ ഗിരിയതിൽ ആർക്കും അറിയാത്ത നവ്യഗാനത്തെ. ആരിവർ പാടുന്നു സിയോൻ ഗിരിയതിൽ ആർക്കും അറിയാത്ത നവ്യഗാനത്തെ. ആദ്യഫലമായി ഇവർ ദൈവത്തിനും കുഞ്ഞാടിനും വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ. ആദ്യഫലമായി ഇവർ ദൈവത്തിനും കുഞ്ഞാടിനും വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ. ഈ കർത്താവിന്റെ ശുശ്രൂഷകർക്ക്, വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ലോകത്തോട് വിളിച്ചു പറയണം, യേശു വരാൻ പോകുന്നു. ഇതാ നമ്മുടെ കർത്താവ് ബലശാലിയായി വരുവാൻ പോകുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരും. നമ്മൾ ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് വിശദമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ മാനവജാതിയുടെ പാപത്തിന് വേണ്ടി, പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അറക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് ലോകത്തിലേക്ക് വന്നത്. കൊല്ലുവാൻ കൊണ്ടുപോകുന്നൊരു കുഞ്ഞാടിനെ പോലെ യേശു ക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് ലോകത്തിൽ വന്നു. ഇനി യേശു ക്രിസ്തു വരുന്നത് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടായിട്ടല്ല. ഇനി കർത്താവ് യേശു ക്രിസ്തു വരുന്നത് രാജാതി രാജാവായി യേശു വരുവാൻ പോകുന്നു. പ്രിയാടിയ മക്കളെ, അന്ന് മുൾമുടി ധരിച്ചവനാ യേശുവിനെ ലോകം കണ്ടെങ്കിൽ അനേകം രാജമുടികൾ അണിഞ്ഞവനായി യേശു വെളിപ്പെടുവാൻ പോകുന്നു. ഇന്ന് രാത്രി പ്രത്യാശയുള്ള മക്കൾ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വെളിപ്പെടും രാജാതി രാജാവായിട്ട്, അനേക രാജമുടികൾ ധരിച്ചവനായിട്ട്. യഹൂദന്മാർക്ക് ഇന്നും ഇത് വെളിപ്പെട്ടിട്ടില്ല. യഹൂദന്മാർ ഇന്നും മശിഹ വന്നിട്ടില്ലെന്നും പറഞ്ഞ് അവർ കാത്തിരിക്കുക. ദിവസത്തിൽ 3 പ്രാവശ്യം വിലാപമതിലിൽ ചെന്ന് തലമുട്ടി അവർ പ്രാർത്ഥിക്കും. എന്താ യഹൂദൻ്റെ പ്രാർത്ഥന? കർത്താവേ, ഞങ്ങളുടെ കാലത്ത് തന്നെ മശിഹ വെളിപ്പെടണമേ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? മശിഹ എന്ന് വെച്ചാൽ വിമോചകൻ, രക്ഷകൻ. അവർ നോക്കിയപ്പോൾ അവരുദ്ദേശിച്ചൊരു വിമോചകൻ യേശുവിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരുദ്ദേശിച്ച രക്ഷകൻ എന്ന് വെച്ചാൽ റോമിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ നിന്നും അവരെ വിടുവിച്ച് അവർക്ക് സ്വന്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ വിമോചകനെയാണ് അവർ പ്രതീക്ഷിച്ചത്. നസറേത്ത് എന്ന തെരുവിൽ വളർന്ന ജോസഫിൻ്റെ മകനായ, മറിയയുടെ മകനായ ഈ പാവപ്പെട്ട യേശുവിന് ഒരു സാമ്രാജ്യത്തെ സ്ഥാപിക്കുവാൻ സാധിക്കുമോ? കർത്താവ് യേശു ക്രിസ്തുവിനെ മശിഹയായിട്ട് അവർ കൈക്കൊണ്ടില്ല. പ്രിയാടിയ മക്കളെ, അവർ അവനെ തള്ളിക്കളഞ്ഞു. തിരുവെഴുത്തിൽ പറയുന്നു അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തക്കാരോ തള്ളിക്കളഞ്ഞു. ഇന്ന് യഹൂദൻ കാത്തിരിക്കുക, മശിഹ വരുമെന്ന് പറഞ്ഞു. കാത്തിരിക്കുക ശിവനും പറഞ്ഞു. യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ആസന്ന ഭാവിയിൽ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരാഗോള ഏകലോക ചക്രാധിപതി എഴുന്നേറ്റ് വരും. തകർന്നുടഞ്ഞ സാമ്രാജ്യത്തെ ശക്തികൾ വീണ്ടും പ്രാബല്യം പ്രാപിച്ചിട്ട് റോമിന്റെയും ബാബിലോണിന്റെ അധികാരത്തിന് കീഴിൽ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരാഗോള ഏകാധിപതി ലോകത്തേക്ക് കടന്നു വരുമ്പോൾ അവന് ഈ ലോകത്തെ സമാധാനത്തെ വിളംബരം ചെയ്യും. കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ അവൻ്റെ സമാധാനം കൊടുക്കാൻ വന്നു. അത് കൈക്കൊള്ളാതിരിക്കുന്ന യഹൂദനോട് പറയും, സമാധാനം സമാധാനം സമാധാനം. അവർ കേട്ടപ്പോഴേ സന്തോഷമായി. കാര്യം യഹൂദൻ്റെ ഇന്ന് വലിയ ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. യഹൂദൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും
ആരാധിക്കാനുള്ള സൗകര്യമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കാൻ എത്രയോ ദേവാലയങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. ഇസ്ലാം സഹോദരന്മാർക്ക് ആരാധിക്കുവാൻ എത്രയോ മോസ്കുകളുണ്ട്. സിഖുകാർക്ക് ആരാധിക്കുവാൻ എത്രയോ ഗുരുദ്വാരകളുണ്ട്, സുവർണ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ യഹൂദന് സ്വന്തമായിട്ട് ആരാധിക്കുവാൻ ഒരിടമില്ല, ഒരാലയമില്ല. അത് AD 70 നശിപ്പിക്കപ്പെട്ടതാണ്. ഇന്നുവരെയും അവർക്ക് ആലയമില്ല, അവർക്ക് ആരാധിക്കുവാൻ ഒരിടമില്ലാതെ നടക്കുകയാണ്. ഇന്നും ദേവാലയം നിന്ന സ്ഥാനം പാലസ്തീൻ അതോറിറ്റിയുടെ കയ്യിലിരിക്കുക. യെരുശലേമിൻ്റെ മധ്യഭാഗത്താണെങ്കിലും ഇസ്രായേൽ മക്കൾക്ക് അതിനകത്ത് അധികാരമില്ല, അവിടെ കയറാൻ പെർമിഷനില്ല, പാലസ്തീൻ അതോറിറ്റിയുടെ കയ്യിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെങ്കിലും മശിഹ വെളിപ്പെടും, ആലയം പണിയുവാനുള്ള അധികാരം കിട്ടും എന്ന് കാത്തിരിക്കുമ്പോഴാണ് ഈ വ്യാജ മശിഹ, ഈ ലോകൈക നേതാവ് യഹൂദനെ നോക്കി പറയും, സമാധാനം 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 സമാധാനം. നിങ്ങളുടെ മുറിവ്, എനിക്ക് നിങ്ങളുടെ മുറിവ് അറിയാം. നിങ്ങൾക്ക് ആലയമില്ല, നിങ്ങൾക്ക് ആലയം പണിയുവാൻ ഞാൻ അനുവാദം തരാം. യഹൂദൻ ആലയം പണിയുവാൻ അനുവാദം കൊടുക്കും. അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാനുണ്ടോ? കാലങ്ങൾ കൊണ്ട് കരുതി വെച്ചിരിക്കുന്ന ആ സാധനങ്ങളാണ്. ആലയത്തിന് വേണ്ടിയുള്ള മൂലക്കല്ലുകൾ, അടിസ്ഥാനക്കല്ലുകൾ, കെട്ടിപ്പണിയുള്ള കല്ലുകളും ആലയത്തിലെ വിശുദ്ധ ഉപകരണങ്ങൾ എന്തിനു വേണ്ടി ചുവന്ന പശുവിനെ വരെ കരുതി വെച്ച് പൗരോഹിത്യം പഠിച്ച് കാത്തിരിക്കുമ്പോഴാ ആലയം പണിയുവാൻ പെർമിഷൻ കിട്ടുന്നുണ്ട്. അവരെല്ലാവരും ഒരേ സ്ഥലത്ത് പറയും, ഇതാണ് മശിഹ, ഇവനാണ് മശിഹ. ആ വ്യാജ മശിഹയെ, കള്ളക്രിസ്തുവിനെ, എതിർ ക്രിസ്തുവിനെ മശിഹയാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. 3.5 വർഷം കൊണ്ട് ആലയം പണിയും. ആലയം പണിതിട്ട് ആലയപ്രതിഷ്ഠ നടക്കുന്ന പ്രതിഷ്ഠോത്സവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി പ്രതിഷ്ഠോത്സവം ആരംഭിക്കുമ്പോൾ എതിർ ക്രിസ്തു പറയും പറ്റത്തില്ല. റോമിൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള ചക്രവർത്തി ആരാധനകൾ നടപ്പിലാക്കി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒക്ടോവിയൻ്റെ പ്രതിമയെ ആരാധിക്കേണ്ടി വന്നു, കലികുളയുടെ പ്രതിമയെ ആരാധിക്കേണ്ടി വന്നു, റോമ ചക്രവർത്തിമാരുടെ ഒക്കെ പ്രതിമയെ ആരാധിക്കേണ്ടി വന്നു. ഇവനും പറയും അവൻ്റെ പ്രതിമയെ നമസ്കരിക്കണം. യെരുശലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് സ്വന്തം പ്രതിമ വെച്ച് ആരാധിക്കണമെന്ന് എതിർ ക്രിസ്തു പറയുമ്പോൾ യഹൂദന് മനസ്സിലാകും, അബദ്ധം പറ്റിപ്പോയി, വഞ്ചിക്കപ്പെട്ടു പോയി. യഹൂദൻ ഒരു കാരണവശാലും വിഗ്രഹത്തെ നമസ്കരിക്കത്തില്ല. നമുക്കറിയാം, ലോകത്തിലെ സെമിറ്റിക് മതങ്ങളുണ്ട്. സെമിറ്റിക് മതങ്ങളെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ്, ഇസ്ലാം, യഹൂദൻ. ഇവരിൽ ഇസ്ലാംസ് ഒരിക്കലും വിഗ്രഹത്തെ നമസ്കരിക്കത്തില്ല, യഹൂദൻ ഒരിക്കലും വിഗ്രഹത്തെ നമസ്കരിക്കത്തില്ല, ഒരു നല്ല ക്രിസ്ത്യാനി ഒരിക്കലും ഒരു വിഗ്രഹത്തെ നമസ്കരിക്കത്തില്ല. അല്ലാത്തവരുണ്ട്. യേശുവിൻ്റെ അമ്മയെന്ന പേരിലോ, പിന്നെ പുണ്യാളന്മാരെന്ന പേരിലോ, പിന്നെ മാലാഹമാരെന്ന പേരിലോ ഒക്കെ പലരും നമസ്കരിക്കുന്നവരുണ്ട്. പക്ഷേ സെമിറ്റിക് മതങ്ങൾ വിഗ്രഹാരാധികൾ അല്ല. യഹൂദൻ ഒരിക്കലും വിഗ്രഹത്തെ ആരാധിക്കത്തില്ല. വിഗ്രഹത്തെ ആരാധിക്കണമെന്ന് യഹൂദനോട് പറയുമ്പോൾ അവന് മനസ്സിലാകും, അബദ്ധം പറ്റിപ്പോയി, ഇവൻ കള്ളക്രിസ്തുവായിരുന്നു, വ്യാജമശിയായിരുന്നു. ഇസ്രായേലും യഹൂദനുമായി ഇസ്രായേലും എതിർ ക്രിസ്തുവുമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കുന്നു. അതോടുകൂടി ഇസ്രായേൽ എതിർ ക്രിസ്തുവുമായിട്ട് നിരന്തരമായ ശത്രുതയിലാകുന്നു. അവർ തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നു. അത് ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക്, അസമാധാനത്തിലേക്കും വഴിതെളിക്കുന്നു. ഒടുവിൽ സംഭവിക്കുന്നത് ഒരു ഭയാനകമായ യുദ്ധത്തിലാണ് ആ പ്രശ്നം അവസാനിക്കുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ 7 വർഷത്തെ ഭരണം അവസാനിക്കാൻ തുടങ്ങുമ്പോൾ ഭയാനകമായൊരു യുദ്ധം ലോകത്തുള്ള സകല ജാതികളെയും, യൂറോപ്യൻ യൂണിയൻ നേതൃത്വത്തിൽ സകല റോം അധിഷ്ഠിതമായ രാജ്യങ്ങളെയും, ബാബിലോൺ അധിഷ്ഠിതമായ രാജ്യങ്ങളെയും, സകല രാജ്യങ്ങളെയും ഇസ്രായേലിന് വിരോധമായ യുദ്ധത്തിന് വേണ്ടി കൂട്ടിവരുത്തും. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യും. ആ യുദ്ധത്തിൻ്റെ പേരാണ് ഹർമഗദോൻ യുദ്ധം. മുഴുവൻ രാജ്യങ്ങളും എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന് വിരോധമായ യുദ്ധത്തിന് കടന്നുവന്ന് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ തുടങ്ങും. ആ യുദ്ധത്തിൽ ഇസ്രായേൽ ദാരുണമായി പരാജയപ്പെടും. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രായേൽ പരാജയം നുഴയാൻ പോവുകയാണ്. പരാജയപ്പെടുമെന്ന് മാത്രമല്ല, സെക്കര്യാ 14:2 വാക്യത്തിൽ വായിക്കുന്നു, സകല ജാതികളെയും യെരുശലേമിന് വിരോധമായ യുദ്ധത്തിന് വേണ്ടി കൂട്ടിവരച്ചു. നഗരം പിടിക്കപ്പെടും, സ്ത്രീകളെ കൊള്ളയിടും, വീടുകളെ കൊള്ളയിടും, സ്ത്രീകളെ വഷളാക്കും, ജനത്തിലെ പാതി അടിമകളായി പിടിച്ചുകൊണ്ടു പോകും, യുദ്ധ തടവുകാരായി പിടിക്കും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ വായിച്ചു വരുമ്പോൾ ജനം ജാതികളിൽ ചിതറപ്പെടും, നഗരം വിഭജിക്കപ്പെടും, ജനം വിഭജിക്കപ്പെടും. ഇസ്രായേലിൽ പിടിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ മദ്യത്തിനും വേശ്യാവൃത്തിക്കും വേണ്ടി വിറ്റ് പണമാക്കും. ഇസ്രായേലിന്റെ അവസ്ഥ ചിന്തിക്കണം. അത് മാത്രമല്ല, സെക്കര്യാ 12:2 പറയുന്നു, യെരുശലേമും യഹൂദായും നിരോധിക്കപ്പെടും. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ഇസ്രായേൽ രാജ്യം, കേരളത്തിൻ്റെ പകുതി മാത്രം വലിപ്പമുള്ള രാജ്യം നിരോധിക്കപ്പെടും, ഉപരോധം ഏർപ്പെടുത്തും. ഒരു രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തുന്ന അവസ്ഥ ചിന്തിച്ച് നോക്കിയാട്ടെ. അകത്തേക്കൊന്നും ഒരു ട്രാൻസ്പോർട്ടേഷനും പറ്റത്തില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കത്തില്ല, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കത്തില്ല, ഭക്ഷ്യധാന്യം ഉണ്ടായിരിക്കത്തില്ല, ഒരു വിധത്തിലുള്ള സപ്ലൈ ഉണ്ടായിരിക്കത്തില്ല, വെള്ളം ഉണ്ടായിരിക്കത്തില്ല, വൈദ്യുതി ഉണ്ടായിരിക്കത്തില്ല. ജനം പട്ടിണി കൊണ്ട് വലയും.
യെരുശലേം നഗരത്തിൽ എതിർ ക്രിസ്തുവിന്റെ സൈന്യം തേരോട്ടം നടത്തും. ജനത്തെ പാതി പിടിച്ച് ബന്ദികളാക്കി അടിമകളാക്കി സെല്ലിലടയ്ക്കും. സ്ത്രീകളെ വഷളാക്കും. കുട്ടികളെ പിടിച്ചു വിൽക്കും. യെരുശലേം നഗരം ഉപരോധിക്കപ്പെടും. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അതിഭയങ്കരമായ കാഠിന്യത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഇടയിൽ നിന്നും ഒരു കൂട്ടം ഭക്തന്മാർ അവരുടെ പിതാക്കന്മാർ കുത്തിയവങ്കിലേക്ക് നോക്കും. ദൈവം തമ്പുരാൻ കൃപയുടെ യാചനയുടെ ആത്മാവിനെ അവിടെ മേൽ പകരും. അവർ ദൈവത്തിങ്കിലേക്ക് നോക്കി നിലവിളിക്കും, മശിഹായെ രക്ഷിക്കണമേ, ഞങ്ങളെ സഹായിപ്പാൻ ഇറങ്ങി വരണമേ. അവർ കൃപയുടെ യാചനയുടെ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിങ്കിലേക്ക് നോക്കി നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത വരും. യെരുശലേമിൽ ഒലിവുമലയുടെ മുകളിൽ ഇതാ മശിഹ വന്നിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ വിശുദ്ധന്മാരുമായി ഒലിവുമലയിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ കണ്ണുനീര് കണ്ടിട്ട്, അവിടെ നിലവിളി കേട്ടിട്ട്, അവിടെ യാചനയുടെ ശബ്ദം കേട്ടിട്ട് സ്വർഗം തുറന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരുമായി ഒലിവുമലയിലേക്ക് ഇറങ്ങി വരും. അവൻ്റെ പുണ്യപാദങ്ങൾ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പിളർന്നു പോകും. ഒരു താഴ്വര ഉളവായി വരും. പ്രിയ ദൈവമക്കളെ, സംഭവങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒലിവുമലയുടെ അടിവാരത്ത് ഒരു വിശാലമായി ഒരു വിള്ളൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒലിവുമലയുടെ ടൂറിസം സംബന്ധമായ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരു കമ്പനി, വിദേശ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനി അവിടെ ഹോട്ടൽ ശൃംഖല നിർമ്മിക്കുവാൻ ആഗ്രഹിച്ചിട്ട് അവർ ഗ്രൗണ്ട് സർവേ നടത്തിയപ്പോൾ അവർ പറഞ്ഞു, ഒരിക്കലും നടക്കത്തില്ല. ഒലിവുമലയിൽ ഒരു കെട്ടിടവും പണിയാൻ സാധിക്കത്തില്ല. കാര്യം ഒലിവുമലയുടെ അന്തർഭാഗത്തൊരു വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ കെട്ടിടം നിൽക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, മശിഹായും അവൻ്റെ വിശുദ്ധന്മാരും ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ആ വിള്ളൽ രണ്ടായിട്ട് പിരിഞ്ഞു പോകും. ഇസ്രായേൽ മക്കളിലേക്ക് ഒരു വാർത്ത വരും, മശിഹ വന്നിരിക്കുന്നു. മശിഹയെ കാണുവാൻ ഇസ്രായേൽ മക്കൾ ഓടി ഒലിവുമലയുടെ അടിവാരത്തിലേക്ക് ചെല്ലും. അവർ ഓടി മശിഹയെ കാണുവാൻ ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ മശിഹ അവരെ കരങ്ങളുയർത്തി അനുഗ്രഹിക്കും. കരങ്ങളുയർത്തി അനുഗ്രഹിക്കുമ്പോൾ അവരെ കയ്യിലേക്ക് നോക്കും. കയ്യിലൊരു മുറിപ്പാട്, ആണിപ്പാട് കാണും. അവർ വിളിച്ചു ചോദിക്കും, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്താണ്? അവൻ പറയും, എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് എനിക്ക് അടി കൊണ്ടതിൻ്റെ പാടുകളാണത്. അവർ പറയും, ഈ മശിഹയാണോ നമ്മുടെ പിതാക്കന്മാർക്ക് വന്നത്? അവർ വാവിട്ട് നിലവിളിക്കുവാൻ തുടങ്ങും. കർത്താവിനെ നോക്കി കുലം കുലമായി, ഗോത്രം ഗോത്രമായി, സ്ത്രീജനം വേറെ, പുരുഷന്മാർ വേറെ, ദാവീദ് കുലം വേറെ, അവർ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങും. അയ്യോ, ഈ യേശുവിനെ ആയിരുന്നോ, ഈ മശിഹയായിരുന്നോ ഞങ്ങളുടെ പിതാക്കന്മാർ കൊന്നത്? ഒരു വലിയ നിലവിളിയുടെ ശബ്ദം മുഴങ്ങി കേൾക്കും. കർത്താവ് യേശുക്രിസ്തുവിന്റെ വിശുദ്ധന്മാരുമായി ഒലിവുമലയിൽ നിന്നും യഹൂദന്മാരുമായിട്ട് യെരുശലേം നഗരത്തിലേക്ക് കടന്നു പോവുകയാണ്. യെരുശലേം നഗരത്തിലേക്ക് കടക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ എല്ലായിടത്തൂടെ മശിഹയ്ക്ക് കയറാൻ പറ്റത്തില്ല. യെരുശലേം നഗരത്തിനകത്ത് കടക്കണമെങ്കിൽ പ്രമാണമുണ്ട്, കിഴക്കേ വാതിൽ വഴിയേ കടക്കാൻ സാധിക്കത്തുള്ളൂ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കിഴക്കേ വാതിൽ തുറക്കാതെ അടച്ചിട്ടിരിക്കണം. പ്രഭു കടന്നു വരും, അവന് വേണ്ടി അത് തുറന്നു കൊടുക്കണം. അതുവരെ അടച്ചിട്ടിരിക്കണം. കിഴക്കേ വാതിൽ ഇന്നും അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് നോക്കിക്കോ, ഇസ്രായേലിൽ സന്ദർശനം നടത്തിയോട് ചോദിച്ചു നോക്കിക്കോ, അതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുത്തു നോക്കിക്കോ. യെരുശലേമിൻ്റെ കിഴക്കേ വാതിൽ, ഗോൾഡൻ ഗേറ്റ്, ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. അതിന് ചരിത്രമുണ്ട്, അടയ്ക്കാനൊരു ചരിത്രമുണ്ടേ. അതിൻ്റെ ചരിത്രം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിൻ്റെ 8 ദിവസം മുമ്പ് കഴുതപ്പുറത്ത് കയറി കുരുത്തോലയും കയ്യിൽ പിടിച്ച് ദാവീദ് പുത്രന് ഹോസന്ന എന്ന് പറഞ്ഞു ഒരു പുരുഷാരത്തിൻ്റെ ആരവാരവത്തോടുകൂടെ യെരുശലേം നഗരത്തിലേക്ക് കടന്നുപോയപ്പോൾ ഈ കിഴക്കേ വാതിൽ വഴിയാണ് കടന്നുപോയത്. അന്ന് ഈ വാതിൽ വഴിയെ യേശു അകത്തേക്ക് കടന്നത്. കൃത്യം 8 ദിവസം കഴിഞ്ഞിട്ട് ദേഹമസകൾ അടിയേറ്റ് മുറിവേറ്റ് ശരീരത്തോടുകൂടെ തലയിൽ മുൾക്കിരീടവും വെച്ച് കഴുത്തിൽ മരണപത്രവും തൂക്കിയിട്ട് ഭാരമേറിയൊരു മരക്കുരിശും ചുമന്നുകൊണ്ട് ഗൊൽഗൊത്തയിലേക്ക് ഒരു വിലാപയാത്ര കടന്നു പോകുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയതും ഈ കിഴക്കേ വാതിൽ വഴിയാണ്. ആ കിഴക്കേ വാതിൽ വഴി യേശു പുറത്തിറങ്ങി. യഹൂദന്മാരുടെ വാതിൽ സൂക്ഷിപ്പുകാരൻ റബി വന്ന് കിഴക്കേ വാതിൽ അടച്ചു, പൂട്ടി താക്കോൽ കയ്യിലെടുത്തു. പിന്നീട് ആ വാതിൽ തുറന്നിട്ടില്ല. പിന്നീട് തുറക്കാൻ പറ്റിയിട്ടില്ല. കാലങ്ങൾ എത്രയോ പിന്നിട്ട് പോയി മക്കളെ. എത്രയോ അധിനിവേശം ഇസ്രായേൽ മക്കൾ കണ്ടു. ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ AD 1540-കളിൽ ഓട്ടോമർ തുർക്കികൾ യെരുശലേം അടക്കി ഭരിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ തുർക്കി രാജാവായിരുന്ന സുലൈമാൻ സുൽത്താൻ ഈ വാതിൽ തുറക്കുവാനും അത് പുതുക്കി പണിയുവാനും പദ്ധതിയിട്ടു. അവർ തുറക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരു യഹൂദ പുരോഹിതൻ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം എടുത്തുകൊണ്ട് സുലൈമാൻ സുൽത്താൻ എലിക്കച്ചോട് പറഞ്ഞു, തുറക്കരുത്,
ഞങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ വാതിൽ വഴി മശിഹ മാത്രമേ കടക്കാവൂ, തുറക്കലെന്ന് പറഞ്ഞു. സുലൈമാൻ സുൽത്താൻ അത് തുറക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, അവൻ കുറച്ചുകൂടെ ബലവത്തായിട്ട് അത് കെട്ടി അടച്ചിട്ട് മശിഹ അതിൻ്റെ മുമ്പിലൂടെ കടക്കാതിരിക്കാൻ അതിൻ്റെ മുമ്പിൽ ഒരു ശ്മശാനം അവൻ ഉണ്ടാക്കി വെച്ചു. അത്ര ദ്രോഹം ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് തുറക്കാനുള്ള പദ്ധതി ഉണ്ടായി. 1967 ജോർദാനിലെ ഹുസൈൻ രാജാവാണ് നടത്തിയത്. അന്ന് ജോർദാന്റെ കൈവശമായിരുന്നു. അന്ന് അവൻ ഡിക്ലറേഷൻ നടത്തി. ജൂൺ മാസം 24-ാം തീയതി 1967 ജൂൺ മാസം 24-ാം തീയതി കിഴക്കേ വാതിൽ തുറക്കുമെന്ന് ഡിക്ലറേഷൻ നടത്തി. പക്ഷെ സംഭവിച്ചത് 24-ാം തീയതി തുറക്കുമെന്ന് ഡിക്ലറേഷൻ നടത്തിയെങ്കിൽ ജൂൺ മാസം 6-ാം തീയതി 6 ദിവസം നീണ്ടുന്ന അറബ് ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 6 ദിവസം കൊണ്ട് യോർദാന്റെ കൈവശമുണ്ടായിരുന്ന ഈ ഭൂപ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തു. അതോടെ കിഴക്കേ വാതിൽ ഇസ്രായേലിന്റെ കയ്യിലായി. അന്നും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇന്നും അടച്ചിട്ടിരിക്കുക. എന്നാൽ മശിഹ ഒലിവുമലയിൽ നിന്ന് കടന്നു വന്നിട്ട് തൻ്റെ വിശുദ്ധന്മാരുമായി വന്നിട്ട് കിഴക്കേ വാതിലിന് മുമ്പിലേക്ക് വന്നിട്ട് വിളിച്ചു പറയും, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉണർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. അവിടെ നിന്നുകൊണ്ട് കർത്താവ് വിളിച്ചു പറയും, കിഴക്കേ വാതിലിന്റെ വാതിൽപ്പടികൾ തുറക്കും. കർത്താവ് യേശുവും തൻ്റെ സൈന്യവുമായി യെരുശലേം നഗരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയി ലോകത്തിൻ്റെ രാജ്യത്വം ഏറ്റെടുക്കും. എതിർ ക്രിസ്തുവിനോട് യുദ്ധം ചെയ്ത് അവനെ പരാജയപ്പെടുത്തി ലോകത്തിൻ്റെ രാജ്യത്വം കർത്താവ് യേശു ക്രിസ്തുവും അവൻ്റെ വിശുദ്ധന്മാരും ഏറ്റെടുക്കും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാരും യെരുശലേം കേന്ദ്രമാക്കി 1000 വർഷം ഈ ലോകത്തെ ഭരിക്കും. നീതിയോടെ, ന്യായത്തോടെ, സമാധാനത്തോടെ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാരും 1000 കൊല്ലം ഈ ലോകത്തെ ഭരിക്കും. അന്ന് ക്രിസ്തുവിനോടുകൂടെ രാജ്യത്വം പ്രാപിക്കേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഒരു രാജാവ് നീതിയോടെ ഭരിക്കും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ക്രിസ്തുവിനോടുകൂടെ ആ സഹസ്രാബ്ദ രാജ്യത്വത്തിൽ അവകാശം പ്രാപിക്കണമെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഇങ്ങനൊന്നും ജീവിച്ചാൽ പോരാ, കർത്താവിൻ്റെ വരവിൽ പോകണം. തിരുവെടുത്ത് പറയുന്നു, 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാകുന്നു. അവർ കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് 1000 ആണ്ട് ഈ ലോകത്തെ വാഴും. നമുക്ക് 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരണം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിൽ നമുക്ക് പോകണം. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. നമുക്ക് യേശുവിനോടുകൂടെ ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തി യെരുശലേം കേന്ദ്രമാക്കി ഈ ലോകത്തിൻ്റെ മുഴുവനും ഭരണം നമുക്ക് ഏറ്റെടുക്കണം. നീതിയുക്തമായി സമാധാനത്തോടുകൂടെ അനീതിയില്ലാതെ ഈ ലോകത്തെങ്ങും സമാധാനവും സമത്വവും വിളയാടുന്നതായ ഒരനുഗ്രഹ സമ്പൂർണമായ രാജ്യത്വം സഹസ്രാബ്ദ വാഴ്ച നമുക്കൂടെ കാഴ്ചവെക്കണം. എത്ര മക്കൾക്ക് അതിലാഗ്രഹമുണ്ട്? നിങ്ങൾ ആ രാജ്യത്വത്തിൽ പങ്കാളികളായി തീരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സുവാർത്താദൂതിയായ സിയോൻ, സുവാർത്താദൂതിയായ യെരുശലേം വിളിച്ചു പറയുന്നു, ഇതാ നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു. അവൻ്റെ വരവേറ്റം അടുത്തുപോയി. പ്രത്യാശയുള്ള ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മുടെ മുഴങ്കാലുകളെ മടക്കിയാട്ട് ഈ സമാപന ദിവസത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്ത്, കർത്താവേ നിൻ്റെ വരവിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകാനിടയാവരുത്, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. ആത്മാർത്ഥമായിട്ട് എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ചില ഹൃദയങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇന്ന് രാത്രി സമർപ്പിച്ചു കൊടുക്കുന്ന ജീവനങ്ങൾ, ഒരുങ്ങുന്ന ജീവനങ്ങളെ കർത്താവ് ഒരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ജീവിതങ്ങളെ കർത്താവിൻ്റെ മേൽ ചേർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു നിമിഷം നിങ്ങളെ തന്നെ സമർപ്പിച്ച്, കർത്താവേ കേട്ട വചനത്തിനു മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളൊരു പാപിയായിരിക്കാം. നിങ്ങൾ കർത്താവിനോട് പറയുക, കർത്താവേ നിന്റെ രക്തം കൊണ്ട് എൻ്റെ പാപത്തിൻ്റെ കറകളെ കഴുകണമേ. ഞാൻ യേശുവേ നിന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. നിന്റെ മകനാക്കി എന്നെ മാറ്റണമേ കർത്താവേ. ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ മാറ്റണമേ കർത്താവേ. നീ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടില്ലയോ? ഇന്ന് രാത്രി, കഴിഞ്ഞ രാത്രി നമ്മൾ പറഞ്ഞതുപോലെ ധ്യാനിച്ചതുപോലെ സമർപ്പിക്കുകയും കർത്താവ് നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ, വിശ്വാസ സ്നാനമാകുന്ന ദൈവകൽപ്പന അനുസരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലയോ? ഇന്ന് രാത്രി പറ, കർത്താവേ എനിക്ക് നിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് സാധ്യമല്ല, എൻ്റെ സ്വന്തം ബലം കൊണ്ട് സാധ്യമല്ല. സകലത്തെ കീഴ്പ്പെടുത്തി തരുന്ന ആ വ്യാപാര ശക്തി എന്നിൽ ഉണ്ടാവണം. ആ പരിശുദ്ധാത്മാവിൽ ഞാൻ രൂപാന്തരപ്പെടണം. ആ പരിശുദ്ധാത്മാവിൽ ഞാൻ ഉയർപ്പിക്കപ്പെടണം. ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ.
ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പ്രിയ ദൈവവേദലയെ നിന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പ്രിയ ദൈവവേദലയെ കർത്താവിൻ്റെ മുൻപിൽ നിന്നെ ഉയർപ്പിക്കുന്നത്. ഇന്ന് രാത്രി ആ ശക്തിയെ പ്രാപിച്ച് ഒരു പുതിയ ബലത്തോടെ നമുക്ക് കടന്നു പോകാം. എല്ലാ ദൈവമക്കളും ചേർന്ന് നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ്, അവസാന സമയമാണല്ലോ, ഈ രാത്രി യോഗത്തിൻ്റെ അവസാന സന്ദർഭമാണല്ലോ. നമുക്ക് എഴുന്നേറ്റ് പഴയ പാട്ട് ആവലോടെ കാത്തു നിൽക്കും നിന്റെ വൃതന്മാർ. അനേക കോടി ഭക്തന്മാർ പാടി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയിട്ടുള്ള പ്രത്യാശയുടെ പഴയ ഗാനം നമുക്കും ചേർന്ന് പാടി ദൈവത്തിൽ സന്തോഷിച്ച് ഒരു ദൈവിക ബലത്തോടെ നമുക്ക് ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങി പോകാം. അവലോടെ കാത്തു നിൽക്കും നിന്റെ വൃതന്മാർ, തേജസ്സിൽ നിന്നോടൊന്നു ചേർന്നിടും പ്രിയ. അവലോടെ കാത്തു നിൽക്കും നിന്റെ വൃതന്മാർ, തേജസ്സിൽ നിന്നോടൊന്നു ചേർന്നിടും പ്രിയ. ഓ നാളും അതിൽ നാഴികയും അടുത്തു എന്ന് ആത്മാവിൽ നീ ഹേമം തരുന്നതിനാ, നാളും അതിൽ നാഴികയും അടുത്തു എന്ന് ആത്മാവിൽ നീ ഹേമം തരുന്നതിനാൽ അതിനു വേണ്ടി ഉണർന്നു ഞാനും ഒരുങ്ങി നിൽക്കുവാൻ. അനുദിനം നിന്നാത്മശക്തി പകരണമേ, അതിനു വേണ്ടി ഉണർന്നു ഞാനും ഒരുങ്ങി നിൽക്കുവാൻ. അനുദിനം നിന്നാത്മശക്തി പകരണമേ. ഓ ആവലോടെ കാത്തു നിൽക്കും നിന്റെ വൃതന്മാർ, തേജസ്സിൽ നിന്നോടൊന്നു ചേർന്നിടും പ്രിയ. ആവലോടെ കാത്തു നിൽക്കും നിന്റെ വൃതന്മാർ, തേജസ്സിൽ നിന്നോടൊന്നു ചേർന്നിടും പ്രിയ. യെരൂശലേം ദേവാലയം പടുത്തുയർത്തുവാൻ ഉത്സുകരായി യുദ്ധം തുടങ്ങിയിടുമ്പോൾ, ഓ യെരൂശലേം ദേവാലയം പടുത്തുയർത്തുവാൻ ഉത്സുകരായി യുദ്ധം തുടങ്ങിയിടുമ്പോൾ, തിരുസഭയാം ആലയവും അതിനു മുന്നമേ പൂർത്തിയായിടും യേശു വേഗം വരൂ. തിരുസഭയാം ആലയവും അതിനു മുന്നമേ പൂർത്തിയായിടും യേശു വേഗം വരൂ. അവലോടെ കാത്തു നിൽക്കും നിന്റെ വൃതന്മാർ, തേജസ്സിൽ നിന്നോടൊന്നു ചേർന്നിടും പ്രിയ. അവലോടെ കാത്തു നിൽക്കും നിന്റെ വൃതന്മാർ, തേജസ്സിൽ നിന്നോടൊന്നു ചേർന്നിടും പ്രിയ. യെരൂശലേം ദേവാലയം പടുത്തുയർത്തുവാൻ ഉത്സുകരായി യുദ്ധം തുടങ്ങിയിടുമ്പോൾ, യെരൂശലേം ദേവാലയം പടുത്തുയർത്തുവാൻ ഉത്സുകരായി യുദ്ധം തുടങ്ങിയിടുമ്പോൾ, തിരുസഭയാം ആലയവും അതിനു മുന്നമേ പൂർത്തിയായിടും യേശു വേഗം വരും. തിരുസഭയാം ആലയവും അതിനു മുന്നമേ പൂർത്തിയായിടും യേശു വേഗം വരും. യെരൂശലേം ദേവാലയം പടുത്തുയർത്തുവാൻ ഉത്സുകരായി യുദ്ധം തുടങ്ങിയിടുമ്പോൾ, യെരൂശലേം ദേവാലയം പടുത്തുയർത്തുവാൻ ഉത്സുകരായി യുദ്ധം തുടങ്ങിയിടുമ്പോൾ, ഓ തിരുസഭയാം ആലയവും അതിനു മുന്നമേ പൂർത്തിയായിടും യേശു വേഗം വരും. 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 ആലയവും അതിനു മുന്നമേ പൂർത്തിയായിടും യേശു വേഗം വരും. തിരുസഭയാം ആലയവും അതിനു മുന്നമേ പൂർത്തിയായിടും യേശു വേഗം വരും. തിരുസഭയാം ആലയവും അതിനു മുന്നമേ